ഹലോ സഹകാരി റേസ് പ്ലസിലെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും PYQ സീരീസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ചോദ്യ പേപ്പർ എന്ന് പറയുന്നത് 24/2023 ഓക്കെ OL ആ ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കിക്കേടാ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോട് അനുബന്ധിച്ച് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട മുഗള വംശജൻ ആരായിരുന്നു എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്താണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട എന്താണ് ആ മുഗൾ വംശത്തിലുള്ള ഒരു രാജാവ് അല്ലെ, അത് ആരായിരുന്നു? ചക്രവർത്തിയായിട്ട് എന്താണ് തിരഞ്ഞെടുക്കപ്പെട്ട പ്രഖ്യാപിക്കപ്പെട്ട ആള് ആരാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസിൽ നാനാ സാഹിബ് ഉണ്ട്, പിന്നെ എന്താണ് താന്തിയ തോപ്പി ഉണ്ട്, ബഹദൂർ ഷാ രണ്ടാമനുണ്ട്, മൗലവി എന്താണ് അഹമ്മദുള്ള ഉണ്ട്. ഇത്ര ആൾക്കാരാണ് ഓപ്ഷൻസിൽ ഉള്ളത്. അപ്പൊ അതാരായിരുന്നു? ഓപ്ഷൻ സി ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട എന്താണ് മുഗള വംശജൻ. ഓക്കെ അല്ലേടാ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് കൂടെ എന്ത് ചെയ്യാം നോക്കാം. ആദ്യം തന്നെ നോക്കിയുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് 1857 വിപ്ലവമാണ്. ഇനി ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന്റെ പൂർണ്ണമായ പതനത്തിന് കാരണമായ വിപ്ലവം ഏതെന്ന് ചോദ്യം വന്നാലും ഉത്തരം ഏത് തന്നെയാണ്? 1857 വിപ്ലവം തന്നെയാണ്. ഇനി ബ്രിട്ടീഷ് സൈന്യത്തിൽപ്പെട്ട ഇന്ത്യക്കാർ അന്ന് അറിയപ്പെട്ടിരുന്നത് എന്ത് പേരിലായിരുന്നു? ബ്രിട്ടീഷ് സൈന്യത്തിൽപ്പെട്ട ഇന്ത്യക്കാർ എന്നറിയപ്പെട്ടിരുന്നത് ശിപ്പായികൾ എന്നായിരുന്നു. ഇനി 1857 കലാപത്തെ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ വിളിച്ചത് എന്തായിരുന്നു? ശിപ്പായി ലഹള എന്നായിരുന്നു. ഇനി ശിപ്പായികൾ ഡൽഹിയിലെ ചെങ്കോട്ടയിലേക്ക് എത്തിച്ചേർന്നത് എന്നായിരുന്നു? 1857 മെയ് 11 ഇനി ചെങ്കോട്ടയിലേക്ക് പ്രവേശിച്ച കലാപകാരികൾ മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനോട് കലാപത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാനായിട്ട് എന്ത് ചെയ്തു? ആവശ്യപ്പെട്ടു. അപ്പൊ എന്ത് ചെയ്തു? ആ ചെങ്കോട്ടയിലേക്ക് പ്രവേശിച്ച കലാപകാരികളാണ് എന്ത്? മുഗൾ ചക്രവർത്തിയോട് എന്താണ് ബഹദൂർ ഷാ രണ്ടാമനോട് കലാപത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുകയും കലാപകാരികളുടെ സമ്മർദ്ദത്താൽ നേതൃത്വം ഏറ്റെടുത്ത ബഹദൂർ ഷാ രണ്ടാമൻ എന്ത് ചെയ്തു? കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് എന്ത് ചെയ്തു? പ്രഖ്യാപിച്ചു. ഓക്കെ അല്ലേ? ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഡീറ്റെയിൽസ് നമ്മുടെ സോഷ്യൽ സയൻസ് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 1, അതായത് അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്നുള്ളൊരു ചാപ്റ്ററിൽ ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. നമുക്ക് അതെന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. നോക്കിക്കേടാ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഇന്ത്യൻ സൈനികർക്ക് ബ്രിട്ടീഷുകാരോടുണ്ടായിരുന്ന അസംതൃപ്തിയായിരുന്നു 1857 കലാപത്തിന്റെ മറ്റൊരു കാരണം. ബ്രിട്ടീഷ് പടയാളികളുടെ അത്ര തന്നെ സമർത്ഥരായിരുന്നെങ്കിലും ഇന്ത്യൻ സൈനികർക്ക് കുറഞ്ഞ വേതനവും മോശം ഭക്ഷണവും താമസ സൗകര്യവും ഒക്കെ എന്തായിരുന്നു നൽകിയിരുന്നത്. അപ്പം ബ്രിട്ടീഷ് പടയാളികളോട് അത്ര തന്നെ സാമർത്ഥ്യമുള്ളവരായിരുന്നെങ്കിലും അവർക്ക് എങ്ങനെയുള്ളതായിരുന്നു നൽകിയിരിക്കുന്നത്? വളരെ കുറഞ്ഞ വേതനവും മോശം ഭക്ഷണവും അല്ലെ, അങ്ങനെയുള്ള താമസ സൗകര്യങ്ങളൊക്കെ ആയിരുന്നു അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ അതൃപ്തി നിറഞ്ഞ ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്തു? കമ്പനി എന്ത് ചെയ്തു? പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ സൈനികർക്ക് വിതരണം ചെയ്തത്. അതിന്റെ വെടിയുണ്ടകൾക്ക് ഗ്രീസ് പുരട്ടിയ ഒരു കടലാസ് കവർ ഉണ്ടായിരുന്നു. തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് മുമ്പ് ഈ കവർ കടിച്ചു കീറണമായിരുന്നു. കവറിൽ പുരട്ടിയിരുന്നത് പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പിൽ നിന്നുണ്ടാക്കിയ ഒരു തരം ഗ്രീസ് ആയിരുന്നു അതിൽ പുരട്ടിയിരുന്നത്. അപ്പൊ ഈ ഒരു പ്രചരണം എന്ത് ചെയ്തു? സൈനികർക്കിടയിൽ ഇങ്ങനെ ഉണ്ടാവുകയായിരുന്നു. ഇത് അവരുടെ മതവിശ്വാസത്തെ എന്ത് ചെയ്തു? വ്രണപ്പെടുത്തുന്നതായിരുന്നു. അങ്ങനെ ഇതിനെതിരെ എന്ത് ചെയ്തു? ആദ്യമായി പ്രതിഷേധിച്ചത് ബരാക്പൂരിലെ സൈനികരായിരുന്ന മംഗൾ പാണ്ഡെ ആയിരുന്നു. നോട്ട് ചെയ്യുക, മംഗൾ പാണ്ഡെയാണ് അതിനെതിരെ ആദ്യമായിട്ട് എന്ത് ചെയ്തത്? പ്രതിഷേധിച്ചത്. ഇനി തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതുമായിട്ട് സംബന്ധിച്ച് ബ്രിട്ടീഷ് സൈനികനെ ആക്രമിച്ചതിന് മംഗൾ പാണ്ഡെ എന്ത് ചെയ്തു? 1857 ഏപ്രിൽ 8 എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? തൂക്കിലേറ്റുകയാണ് ഉണ്ടായത്. അപ്പം മംഗൾ പാണ്ഡെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തെ കുറിച്ച് എന്ത് ചെയ്യുക? നിങ്ങൾ നോട്ടിൽ എഴുതി തന്നെ എന്ത് ചെയ്യുക? പഠിക്കുക. ഇനി 1857 കലാപം ആരംഭിച്ചത് എന്തായിരുന്നു? ഉത്തർപ്രദേശിലെ മീററ്റിലായിരുന്നു എന്ത് ചെയ്തത്? 1857 കലാപം ആരംഭിച്ചത്. ഇനി മംഗൾ പാണ്ഡെയുടെ വധത്തെ തുടർന്ന് സംഘടിപ്പിച്ച ഇന്ത്യക്കാരായ സൈനികർ ഡൽഹിയിലെത്തി. മുഗൾ ഭരണാധികാരിയായ ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി എന്ത് ചെയ്തു? പ്രഖ്യാപിച്ചു. അപ്പൊ നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഇവിടെ കിടപ്പുണ്ട്. SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് കൃത്യമായിട്ട് ബഹദൂർ ഷാ രണ്ടാമനെ പറ്റിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇനി സൈനികരെ കൂടാതെ അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജ്യങ്ങളുടെ ഭരണാധികാരികളും കർഷകരും മറ്റു ജനവിഭാഗങ്ങളും ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും കലാപത്തിൽ എന്ത് ചെയ്തു? പങ്കെടുത്തു. മാസങ്ങൾ കൊണ്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? എല്ലായിടത്തും ലഹള എന്ത് ചെയ്തു? അടിച്ചമർത്തി.
നിരവധി ഇന്ത്യക്കാരെ വെടിവെച്ചു കൊന്നു. പിന്നെ എന്ത് ചെയ്തു? വളരെ പേര് എന്ത് ചെയ്തു? പീരങ്കിക്ക് എന്ത് ചെയ്തു? ഇരയാക്കി. ഒരുപാട് പേരെ എന്ത് ചെയ്തു? നമ്മുടെ കൊലപ്പെടുത്തി. പിന്നെ എന്ത് ചെയ്തു? അനേകായിരം വഴിമര കൊമ്പുകളിൽ ജീവനോടെ തലകീഴായിട്ട് എന്ത് ചെയ്തു? അവരെയൊക്കെ കെട്ടിത്തൂക്കുകയാണ് ഉണ്ടായത്. പിന്നെ എന്ത് ചെയ്തു? എന്താണ് അവരിൽ മാത്രം കലാപത്തിൽ കൊല്ലപ്പെട്ട 1.5 ലക്ഷം പേരിൽ 1 ലക്ഷം പേർ സാധാരണക്കാരായിരുന്നു. അന്ന് കൊല്ലപ്പെട്ടവരിൽ എന്തായിരുന്നു? 1 ലക്ഷം പേര് എന്തായിരുന്നു? സാധാരണക്കാരായിരുന്നു. മാത്രമല്ല ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ അടിച്ചമർത്തലിനെ ശക്തമായി പ്രതിരോധിക്കാൻ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ ഐക്യത്തിന് എന്ത് ചെയ്തു? സാധിച്ചു. കലാപം നടക്കാത്ത ഇടങ്ങളിൽ പോലും സാധാരണ ജനങ്ങളുടെ പിന്തുണ കലാപകാരികൾക്കുണ്ടായിരുന്നു. കലാപത്തിന്റെ യഥാർത്ഥ ശക്തി ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു. ഇനി നമ്മുടെ ആ ഒരു ബഹദൂർ ഷാ രണ്ടാമനെ പറ്റി കുറച്ച് കാര്യങ്ങളൂടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ബഹദൂർ ഷാ രണ്ടാമൻ എന്തായിരുന്നു? കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി അദ്ദേഹത്തെ എന്ത് ചെയ്തു? പ്രഖ്യാപിച്ചു. മാത്രമല്ല വിപ്ലവാനന്തരം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? റങ്കൂണിലേക്ക് അദ്ദേഹത്തെ നാട് കടത്തുകയാണ് ഉണ്ടായത്. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ല? അപ്പോൾ ആ ഒരു ഒറ്റ ക്വസ്റ്റ്യനിൽ നിന്നും ഇത്രയധികം കാര്യങ്ങൾ SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയുന്നുണ്ട്. ബഹദൂർ ഷാ രണ്ടാമനെ പറ്റിയിട്ടും അതുപോലെ തന്നെ എന്താണ് മംഗൾ പാണ്ഡെയൊക്കെ പറ്റിയിട്ടും പിന്നെ എന്തൊക്കെയാണ് ഈ ഒരു 1857 ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് നോട്ട് ചെയ്ത് എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ. അടുത്ത ചോദ്യം, സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആരായിരുന്നു? വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായിട്ട് അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആരായിരുന്നു എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. രമേശ് ചന്ദ്രദത്ത്, ഗോപാലകൃഷ്ണ ഗോഖലെ ഉണ്ട് ഓപ്ഷൻസിൽ, മഹാത്മാഗാന്ധി ഉണ്ട്, അതുപോലെ തന്നെ ആരുണ്ട്? ദാദാഭായ് നവറോജിയും ഉണ്ട്. ആരാണ് ചോർച്ച, നമ്മുടെ ഒരു സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തി ആരാണ്? ഓക്കെ, ഇതിന്റെ ഉത്തരം നമുക്ക് എവിടെ നിന്ന് കിട്ടും? നമ്മുടെ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക്, അതിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഏതാണ്? ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് എന്നൊരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിനകത്ത് കൃത്യമായിട്ട് ഇതിന്റെ ഒരു ഉത്തരം നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ അല്ലേ? നമുക്ക് നേരെ ഉത്തരത്തിലേക്ക് പോവാം. ആരാണ്? ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജിയാണ് ഈ പറയുന്ന ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചത്. ഓക്കെ അല്ലേ? നോക്കിക്കേടെ, അപ്പൊ ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. അപ്പൊ ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ അല്ലെങ്കിൽ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജിയുടെ പുസ്തകമാണ് പോവേർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അപ്പൊ അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത്, നോട്ട് ചെയ്യുക. പിന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിക്കൊണ്ട് പോകുന്നുവെന്ന തന്റെ നിരീക്ഷണം അദ്ദേഹം എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാണ്? നമ്മുടെ ഇന്ത്യയിലെ ഈ സമ്പത്തൊക്കെ എന്ത് ചെയ്യാണ്? അവര് കൊണ്ടുപോവുകയാണ് എന്നുള്ള അദ്ദേഹത്തിന്റെ നിരീക്ഷണമാണ് എന്ത് ചെയ്യുന്നത്? ചോർച്ചാ സിദ്ധാന്തം അല്ലെങ്കിൽ ഡ്രെയിൻ തിയറി ആയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അവതരിപ്പിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ചർച്ച വിഷയമാക്കുന്നതിന് എന്ത് ചെയ്തു? ഇതിലൂടെ സാധിച്ചു. അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണടാ? നമ്മുടെ ഉത്തരം ഇവിടെ ചോദിച്ചിരിക്കുന്നത് സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമേ അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ. ആദ്യമേ അവതരിപ്പിച്ചത് ആരാണ്? നമ്മുടെ ദാദാഭായ് നവറോജിയാണ്. അപ്പൊ ഇതിനെ പറ്റിയിട്ട് കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? നമ്മുടെ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാർട്ട് 1 ചാപ്റ്റർ 2 ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് എന്നുള്ള ചാപ്റ്ററിനകത്താണ് കൃത്യമായിട്ട് ഇതിനെ പറ്റി പറയുന്നത്. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് ചേർന്ന ഭരണഘടനാ കൺവെൻഷന് നേതൃത്വം നൽകിയത് ആര്? അപ്പൊ അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് ചേർന്ന ഭരണഘടനാ കൺവെൻഷൻ അതിന് നേതൃത്വം നൽകിയ വ്യക്തി, അദ്ദേഹത്തിന്റെ പേരാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസിൽ ജെയിംസ് മാഡിസൺ ഉണ്ട്, ജോർജ് വാഷിംഗ്ടൺ ഉണ്ട്, ജോൺ ലോക്ക് ഉണ്ട്, അതുപോലെ തന്നെ തോമസ് പെയിൻ ഉണ്ട്. ഇത്രയും ആൾക്കാരാണ് ഓപ്ഷൻസിലുള്ളത്. അതിൽ ആരാണ് അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് ചേർന്ന ഭരണഘടനാ കൺവെൻഷന് നേതൃത്വം നൽകിയത്? ആരാണ്? ഓപ്ഷൻ എ ജെയിംസ് മാഡിസൺ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ആരാണ്? ജെയിംസ് മാഡിസൺ ആണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാർട്ട് 1, പക്ഷെ പഴയ ടെക്സ്റ്റ് ബുക്ക് ആണ് കേട്ടോ. പഴയ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 1 ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറഞ്ഞ ആ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചാപ്റ്റർ ഉണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് ആരെ പറ്റി പറയുന്നുണ്ട്? നമ്മുടെ ജെയിംസ് മാഡിസനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. നോക്കിയാലോ? നോക്കിക്കേടാ, സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും ആരംഭിച്ച യുദ്ധം 1781 എന്ത് ചെയ്തു? അവസാനിച്ചു. അപ്പം സ്വാതന്ത്ര്യം ഒക്കെ പ്രഖ്യാപിച്ചതോടുകൂടി നമ്മുടെ ഇംഗ്ലണ്ടും അമേരിക്കയും തമ്മിൽ അവരുടെ കോളനികൾ തമ്മിൽ ആരംഭിച്ച യുദ്ധം എന്ത് ചെയ്തു? 1781 അവസാനിക്കുകയും 1783 പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് എന്ത് ചെയ്തു? 13 കോളനികളുടെ സ്വാതന്ത്ര്യം എന്ത് ചെയ്തു? അംഗീകരിച്ചു. തുടർന്ന് എന്ത് ചെയ്തു?
ഡൽഹിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസന്റെ ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്കായി ഭരണഘടന തയ്യാറാക്കി. ഓക്കെ അല്ലേ? നമ്മുടെ ഉത്തരം കിട്ടിയില്ലേ? ജെയിംസ് മാഡിസനെ നമുക്ക് കിട്ടിയില്ലേ? ഇനി പുതിയ ഭരണഘടനാ പ്രകാരം രൂപീകരിക്കപ്പെട്ട അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റായി ജോർജ് വാഷിംഗ്ടൺ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ നമുക്ക് നമ്മുടെ ഉത്തരം ആ ഒരു എന്താണ്? ജോർജ് മാഡിസൺ ആണ് ആദ്യത്തെ ഭരണഘടന തയ്യാറാക്കുന്നതിന് ചെയ്യുന്ന ആ കൺവെൻഷൻ നേതൃത്വം നൽകിയത് ആരാണ്? നമ്മുടെ ജെയിംസ് മാഡിസൺ ആണെന്നുള്ളത് കിട്ടി. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, രക്തരൂക്ഷിതമായ ഞായറാഴ്ച ഏത് രാജ്യത്തിലെ സമരങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു? ഏത് രാജ്യത്തെ സമരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് രക്തരൂക്ഷിത ഞായറാഴ്ച വരുന്നത്? നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, നോക്കിക്കേടാ, അമേരിക്ക ആണോ, ബ്രിട്ടൻ ആണോ, ചൈനയാണോ, റഷ്യ ആണോ? ഓക്കെ, ഏത് രാജ്യത്തെ സമരങ്ങളുമായി ബന്ധപ്പെട്ടതാണ് രക്തരൂക്ഷിത ഞായറാഴ്ച? ഓക്കെ, ഇതിന്റെ ഉത്തരം നമുക്ക് എവിടെ നിന്നാണ്? നമ്മുടെ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാർട്ട് 1 ഓൾഡ് ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. നമ്മളിപ്പോൾ കുറച്ച് മുന്നേ ഒരു ചോദ്യം, ഇതിന് തൊട്ട് മുന്നേ ഉള്ള ചോദ്യത്തിന്റെ ഉത്തരവും നമുക്ക് തന്നെയാണ് ആ ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ അല്ലെ? കുറച്ച് മുന്നേ ഞാൻ ആ ചോദ്യം നോക്കിയിട്ട് വന്നത് ഇതേ സെയിം ചാപ്റ്ററിൽ നിന്നായിരുന്നു. ആ ഒരു ഓർഡർ പോലും മാറിയിട്ടില്ല. അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് ആ ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ്. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ, ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇതിന്റെ ഒരു ഉത്തരം ലഭിക്കും. ഓക്കെ, നോക്കി നോക്കാം. 1905 റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ റഷ്യക്കേറ്റ പരാജയം പ്രതിസന്ധി രൂക്ഷമാക്കി. അപ്പൊ 1905 റഷ്യയും ജപ്പാനും തമ്മിൽ യുദ്ധം നടന്നെങ്കിലും റഷ്യക്ക് എന്ത് ചെയ്തു? അതിൽ പരാജയം നേരിടേണ്ടി വന്നു. അതെന്ത് ചെയ്തു? പ്രതിസന്ധി രൂക്ഷമാക്കി. രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ എന്ത് ചെയ്തു? പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് എന്ത് ചെയ്തു? 1905 ജനുവരി 9 എന്ത് ചെയ്തു? പ്രകടനം നടത്തി. ഇതിനു നേരെ പട്ടാളം വെടിവെക്കുകയുണ്ടായി. അങ്ങനെ എന്ത് ചെയ്തു? 100 കണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെട്ട ഈ സംഭവം രക്തരൂക്ഷിത ഞായറാഴ്ച അല്ലെങ്കിൽ ബ്ലഡി സൺഡേ എന്ന് എന്ത് ചെയ്തു? അറിയപ്പെട്ടു. അപ്പൊ ആരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന? റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? രക്തരൂക്ഷിത ഞായറാഴ്ച എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഡി റഷ്യയാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, 2021 ടോക്കിയോ ഒളിമ്പിക്സ് ഇന്ത്യക്ക് വേണ്ടി അത്ലറ്റിക്സിൽ ആദ്യ സ്വർണം നേടിയത് നീരജ് ചോപ്ര ഏത് സംസ്ഥാനക്കാരനായിരുന്നു? ഏത് സംസ്ഥാനത്തിലുള്ള ആളാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 2021 ടോക്കിയോ ഒളിമ്പിക്സിന് വേണ്ടി ഇന്ത്യക്ക് വേണ്ടി സ്വർണം നേടിയ അത്ലറ്റിക്സിൽ നമുക്ക് വേണ്ടി സ്വർണം നേടിയ നീരജ് ചോപ്ര ഏത് സംസ്ഥാനത്തിലുള്ള വ്യക്തിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കർണാടക, ഗുജറാത്ത്, പഞ്ചാബ്, ഹരിയാനയൊക്കെ ഓപ്ഷൻസിലുണ്ട്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ഹരിയാനയാണ്. ഓക്കെ, നീരജ് ചോപ്ര എവിടെ നിന്നുള്ളതാണ്? ഹരിയാനയിൽ നിന്നുള്ള വ്യക്തിയാണ്. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? അടുത്ത്, ഭൗമഘടനയിൽ മോഹോ വിഛിന്നതയെ സംബന്ധിച്ച് ചുവടെ നൽകിയിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുമായിട്ട് ബന്ധപ്പെട്ട? മോഹോ വിഛിന്നതയെ സംബന്ധിച്ച് ചുവടെ നൽകിയിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഭൂമിയുടെ പുറം പാളിയായ ഭൂവൽക്കത്തെ മാന്റിലിൽ നിന്ന് വേർതിരിക്കുന്നു. ഈ പറയുന്ന മോഹോ എന്ത് ചെയ്യുന്നു? ഭൂമിയുടെ ഒരു പുറം പാളിയായിട്ടുള്ള ഭൂവൽക്കത്തെ എന്ത് ചെയ്യുന്നു? മാന്റിലിൽ നിന്ന് വേർതിരിക്കുന്നു. പിന്നെന്താണ്? മോഹോ വിഛിന്നതയിൽ തുടങ്ങി 2900 കിലോമീറ്റർ ആഴം വരെ മാന്റിൽ എന്ത് ചെയ്യുന്നു? വ്യാപിച്ച് കിടക്കുന്നു എന്ന് പറയുന്നുണ്ട്. ശിലാമണ്ഡലത്തിന് തൊട്ടു താഴെ അർദ്ധ ദ്രാവകാവസ്ഥയിൽ കാണുന്ന ഭാഗമാണ് മോഹോ വിഛിന്നത. ശിലാദ്രവത്തിന്റെ പ്രഭാവ മണ്ഡലമാണ് മോഹോ വിഛിന്നത. ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ഉത്തരമായിട്ട് വരുന്നത്? ഭൂമിയുടെ പുറം പാളിയായ ഭൂവൽക്കത്തെ മാന്റിൽ നിന്ന് വേർതിരിക്കുന്നത് കറക്റ്റ് അല്ലേ? അത് ശരിയായിട്ടുള്ളതാണ്. പിന്നെന്താ പറയുന്നത്? മോഹോ വിഛിന്നതയിൽ തുടങ്ങി 2900 കിലോമീറ്റർ ആഴം വരെ മാന്റിൽ എന്ത് ചെയ്യുന്നു? വ്യാപിച്ച് കിടക്കുന്നു എന്ന് പറയുന്നു. അതും എന്താണ്? ശരിയായിട്ടുള്ളതാണ്. ഇനി ശിലാമണ്ഡലത്തിൽ തൊട്ടു താഴെ അർദ്ധ ദ്രാവകാവസ്ഥയിൽ കാണുന്ന ഭാഗമാണ് മോഹോ വിഛിന്നത എന്നുള്ളത് എന്താണ്? തെറ്റാണ്. ഇനി എന്താണ്? ശിലാദ്രവത്തിന്റെ പ്രഭാവ മണ്ഡലമാണ് മോഹോ വിഛിന്നത എന്നുള്ളതും തെറ്റാണ്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണോ? 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ എ ഉണ്ട് അല്ലേ? 1, 2ഉം ശരിയാണെന്നുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ പറ്റിയിട്ട് നമുക്കറിയാം. ഈ പറഞ്ഞ ഞാനിപ്പോൾ മാന്റിലിനെ കുറിച്ചൊക്കെ പറഞ്ഞു, ക്രസ്റ്റ്, അങ്ങനെ ഒരുപാട് ഭാഗങ്ങളുണ്ടല്ലേ നമ്മുടെ ഈ ഒരു എർത്തിന്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം? നോക്കാം. അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാർട്ട് 1 ചാപ്റ്റർ 5 നമ്മുടെ ഭൂമി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. നോക്കിക്കേടാ,
ഭൂമിയുടെ ഘടനയാണ് കേട്ടോ ആദ്യം പറയുന്നത്. നോക്കിക്കേ, ഭൂവൽക്കം, മാന്റിൽ, പുറക്കാമ്പ്, അകക്കാമ്പൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ കാണാം. ഭൂമിയുടെ ഉള്ളറയെ വിവിധ പാളികളായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, തിരിച്ചിരിക്കുന്നു. ഭൂമിയുടെ ഉള്ളറയെ എന്ത് ചെയ്യുന്നു, വിവിധ പാളികളായിട്ട് തിരിച്ചിരിക്കുന്നു. അതിൽ ഏറ്റവും പുറമെ കാണുന്ന പാളിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഭൂവൽക്കം അല്ലെങ്കിൽ എന്ത് ക്രസ്റ്റ് എന്നൊക്കെ പറയുന്നത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഭൂവൽക്കം അല്ലെങ്കിൽ ക്രസ്റ്റ് ഉണ്ട്. എന്താണ് ഭൂമിയുടെ ഏറ്റവും പുറമെ ഉള്ളതും ഏറ്റവും പുറമെ കാണുന്ന, പിന്നെന്താണ് താരതമ്യേന ഭയങ്കര നേർത്തതും അതുപോലെ നേർത്തതായിട്ടുള്ള പാളിയാണ് നമ്മൾ ഭൂവൽക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമിയുടെ ഏറ്റവും പുറമെ ഉള്ള വളരെ നേർത്തൊരു പാളിയാണ് ഭൂവൽക്കം എന്ന് പറയുന്നത്. ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് ഈ പാളി എന്ന് പറയുന്നത്. ഓക്കെ, ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. ഭൂവൽക്കത്തിന് പിന്നെ 2 ഭാഗങ്ങളുണ്ട്, സമുദ്ര ഭൂവൽക്കം അതുപോലെ തന്നെ വൻകര ഭൂവൽക്കം. ഇനി വൻകര ഭൂവൽക്കത്തിന് കനം കൂടുതൽ, ശരാശരി കനം 30 മീറ്ററോളം വരും. ഓക്കെ, പിന്നെന്താണ് പറയുന്നത്, വൻകര ഭൂവൽക്കത്തിന് എന്താണ് പർവ്വത പ്രദേശത്ത് ഏകദേശം 70 മീറ്ററോളം എന്താണ് കനമുണ്ട്. എന്നാൽ സമുദ്ര ഭൂവൽക്കത്തിന് എന്താണ് ശരാശരി 5 കിലോമീറ്റർ ആണ് കനമെന്ന് പറയുന്നു. ഓക്കെ, അടുത്ത നമ്മൾ പറയുന്നത് മാന്റിലാണ് അല്ലേ. നമ്മളിപ്പോൾ ക്വസ്റ്റ്യനിൽ കണ്ടിട്ട് വന്നതാണ് മാന്റിലിനെ പറ്റിയിട്ട്. നോക്കി നോക്കാം. ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗമാണ്, ഇനി ക്രസ്റ്റിന് താഴെയായിട്ട് വരുന്നതാണ് മാന്റിൽ എന്ന് പറയുന്നത്. താരതമ്യേന എന്താണ് കനമുള്ള ഒരു ഭാഗമാണ്, മറ്റതുപോലെ കുറച്ചുകൂടെ നേർത്തതല്ല, എന്താണ് കുറച്ച് കനമുള്ളതാണ്. ഏകദേശം 2900, നിങ്ങൾ അവിടെ അത് കണ്ടായിരുന്നു അല്ലേ, ഈ ഒരു 2900 നിങ്ങൾ ആ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ടായിരിക്കും, കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്നു. ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെയാണ് ശിലാമണ്ഡലം അല്ലെങ്കിൽ നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ശിലാമണ്ഡലത്തിന് താഴെയായിട്ട് പദാർത്ഥങ്ങൾ ഉരുകി മാഗ്മയായിട്ട് അല്ലെങ്കിൽ എന്താണ് ആ ഒരു ദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗത്തെ നമ്മൾ അസ്തനോസ്ഫിയർ എന്ന് പറയുന്നുണ്ട്. എന്നാൽ അസ്തനോസ്ഫിയറിന് താഴെയുള്ള ഭാഗം എന്താണ് ഖരാവസ്ഥയിലാണെന്ന് പറയുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനുണ്ട് അല്ലേ. പിന്നെന്താണ് അടുത്ത് വരുന്ന കാമ്പാണ് അല്ലെങ്കിൽ കോർ നമ്മൾ ഇംഗ്ലീഷിൽ പറയും. മാന്റിലിന് താഴെയുള്ള ഭാഗമാണ് കാമ്പെന്ന് പറയുന്നത്. അപ്പം ക്രസ്റ്റ്, പിന്നെ മാന്റിൽ, പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു, കാമ്പാണ് അടുത്ത് പറയുന്നത്. കാമ്പിന് പുറക്കാമ്പ്, അകക്കാമ്പ് എന്നീ 2 ഭാഗങ്ങളുണ്ട്. അതിൽ പുറക്കാമ്പ് എന്താണ് ദ്രവാവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണുള്ളത്. കാമ്പ് മുഖ്യമായും നമ്മുടെ നിക്കലും ഇരുമ്പും ഈ പറയുന്ന ലോഹങ്ങളാലാണ് രൂപം കൊണ്ടിരിക്കുന്നത്. അതിനാൽ കാമ്പിന് നിഫെ എന്ന് പേരുണ്ട്. അകക്കാമ്പിലെ ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണെന്നും പറയുന്നു. ഓക്കെ അല്ലേടാ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു SCERT ടെക്സ്റ്റ്, ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസ് വായിച്ചതിൽ വെച്ചിട്ട് ഒരുപാട് അല്ലേ, മിക്ക ക്വസ്റ്റ്യൻസിലും ഞാൻ SCERT പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും SCERT ടെക്സ്റ്റ് ബുക്കിലെ ഇമ്പോർട്ടൻസ് അല്ലേ. നമ്മുടെ ആ ഒരു 1 തൊട്ട് നമ്മുടെ +2 വരെ അല്ലെങ്കിൽ 10 വരെയൊക്കെയുള്ള ആ ടെക്സ്റ്റ് ബുക്സിൻ്റെ ഇമ്പോർട്ടൻസ്, അത് പഴയതും പുതിയതും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്യണം. ഓക്കേടാ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏത് നദിയാണ് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് ലഡാക്ക് അതുപോലെ തന്നെ സംസ്കാർ എന്നീ മലനിരകളിലൂടെ ഒഴുകുന്നത്? ഈ പറയുന്ന മലനിരകളിലൂടെ ഒഴുകുന്ന ഏത് നദിയാണ് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് ഒഴുകുന്ന? ഏതാണ്? ബിയാസ്, സാങ്പോ, സത്ലജ്, സിന്ധു ആണ് ഓപ്ഷൻസിലുള്ളത്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി സിന്ധു ആണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ സിന്ധു ആണ് എന്ത്, വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് ലഡാക്ക്, സസ്കാർ അതുപോലെ എന്നീ മലനിരകളിലൂടെ ഒഴുകുന്നത്. അടുത്ത തിരുവനന്തപുരത്ത് ഭൗമ ഉപരിതലത്തിൽ സ്ഥാപിച്ചിരുന്ന ഒരു തെർമോമീറ്റർ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് അന്തരീക്ഷ ഊഷ്മാവ് എത്രയായി 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തുമെന്ന് എങ്കിൽ ക്രമമായ താപ നഷ്ടനിരക്ക് അനുസരിച്ച് 165 മീറ്റർ ഉയരത്തിൽ അന്തരീക്ഷ ഊഷ്മാവ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 22 ഡിഗ്രി സെൽഷ്യസ്, 23 ഡിഗ്രി സെൽഷ്യസ്, 24 ഡിഗ്രി സെൽഷ്യസ്, 25 ഡിഗ്രി സെൽഷ്യസ്. ഉത്തരം എത്രയാണ്? 24. ഓപ്ഷൻ സി 24 ഡിഗ്രി സെൽഷ്യസ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. കേരളത്തിലെ അച്ചൻകോവിൽ ഏത് ജൈവമണ്ഡല സംരക്ഷിത മേഖലയിൽ ബയോസ്ഫിയർ റിസർവിൽ ഉൾപ്പെടുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് അച്ചൻകോവിൽ ജൈവമണ്ഡല ഏത് ബയോസ്ഫിയർ റിസർവിൽ ഉൾപ്പെടുന്നു എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസിൽ തെന്മലയുണ്ട്, നീലഗിരിയുണ്ട്, നെയ്യാറുണ്ട്, അഗസ്ത്യമലയുണ്ട്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി അഗസ്ത്യമലയാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അഗസ്ത്യമല ഈ പറഞ്ഞ അച്ചൻകോവിൽ അഗസ്ത്യമല നമ്മുടെ ജൈവമണ്ഡല സംരക്ഷിത മേഖലയിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, ഇനി ഇന്ത്യയിൽ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ മൊബിലിറ്റി പദ്ധതി നടപ്പിലാക്കുന്നതിന് NTPCയുമായി കരാർ ഒപ്പിട്ട സംസ്ഥാനം, കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ മൊബിലിറ്റി പദ്ധതി നടപ്പിലാക്കുന്നതിന് NTPCയുമായി കരാർ ഒപ്പിട്ട സംസ്ഥാനമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ലഡാക്ക് ആണ്. ഓപ്ഷൻ ബി ലഡാക്ക് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഏതാണ്? പുതുച്ചേരി, ലഡാക്ക്, ഡൽഹി, ഹിമാചൽ പ്രദേശ് ഓപ്ഷൻസിലുണ്ട്. ലഡാക്ക് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ,
അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിതമായത് 1950 എന്ന് പറയുന്നുണ്ട്. പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണെന്ന് പറയുന്നുണ്ട്. പിന്നെന്താണ്? പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണെന്ന് പറയുന്നുണ്ട്. പ്ലാനിംഗ് കമ്മീഷന് പകരം നീതി ആയോഗ് എന്ന സ്ഥാപനം നിലവിൽ വന്നത് 2018 ആണെന്നും പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് നോക്കിയിട്ട് വരാം. നമ്മുടെ 8ാം ക്ലാസ്സിലെ പഴയ ടെക്സ്റ്റ് ബുക്ക് ആണ് കേട്ടോ. 8ാം ക്ലാസ്സിലെ പഴയ സോഷ്യൽ സയൻസ് പാർട്ട് 2 ചാപ്റ്റർ എന്താണ്, ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും എന്ന് പറഞ്ഞ് അതിനകത്തൊരു ചാപ്റ്റർ ഉണ്ട്. അതിനകത്ത് എന്താണ് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷനെ പറ്റിയിട്ടും അതുപോലെ എന്താണ് ആ ഒരു 5 ഇയർ പ്ലാൻസിനെ പറ്റിയിട്ടും നീതി ആയോഗിനെ പറ്റിയിട്ടും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഓക്കെ അല്ലേടാ? നോക്കിയേ, ആദ്യം ആ ഒരു ആസൂത്രണത്തിന്റെ നാൾ വഴികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്താണ്, സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് തന്നെ സാമ്പത്തിക ആസൂത്രണത്തിന് എന്താണ് ഇന്ത്യയിൽ തുടക്കം കുറിച്ചിരുന്നു. ദാദാഭായ് നവറോജിയുടെ ചോർച്ചാ സിദ്ധാന്തത്തെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. പിന്നെന്താണ്, ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാം എന്നതായിരുന്നു 1931 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കറാച്ചി സമ്മേളനത്തിലെ പ്രധാന ചർച്ചാ വിഷയം. അതിനുശേഷം ഇതിനെ തുടർന്ന് എന്ത് ചെയ്തു, ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ 1938 എന്ത് ചെയ്തു, ദേശീയ ആസൂത്രണ സമിതി നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി എന്ത് ചെയ്തു, അവരെ രൂപീകരിക്കുകയാണ്. ഇനി 1944 ഇന്ത്യയുടെ ഒരു സംഘം വ്യവസായികൾ ബോംബെ നഗരത്തിൽ സമ്മേളിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കി. ഇത് എന്തെന്നറിയപ്പെട്ടു? ബോംബെ പദ്ധതി എന്ന് അറിയപ്പെട്ടു അല്ലെ. പ്രമുഖ സാമൂഹിക പ്രവർത്തകനായ MN റോയ്, ആരാണ്? MN റോയ് ആവിഷ്കരിച്ച ജനകീയ പദ്ധതിയും പീപ്പിൾസ് പ്ലാൻ. ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. പീപ്പിൾസ് പ്ലാൻ ഇന്ത്യയുടെ ആസൂത്രണ ആശയങ്ങൾക്ക് എന്ത് ചെയ്തു, കരുത്തേകി. 1948 ഇന്ത്യയുടെ നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായിട്ട് വ്യാവസായിക നയം രൂപീകരിച്ചത് ആസൂത്രണത്തിലൂടെ ഇന്ത്യയുടെ വികസനം എന്ന ലക്ഷ്യം എന്ത് ചെയ്തു, കരുത്തേകി. ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയ M വിശ്വേശ്വരയ്യ, പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് M വിശ്വേശ്വരയ്യ, നോട്ട് ചെയ്യുക. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുത്തു. അപ്പൊ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ആരാണ്? M വിശ്വേശ്വരയ്യയാണ്, നോട്ട് ചെയ്യുക. പിന്നെന്താണ്, ഇന്ത്യൻ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ പ്ലാൻഡ് എക്കണോമി ഓഫ് ഇന്ത്യ എന്ന വിഖ്യാത ഗ്രന്ഥം രചിച്ചതും ആര് തന്നെയാണ്? വിശ്വേശ്വരയ്യയാണ്. അപ്പം എന്താണ്, പ്ലാൻഡ് എക്കോണമി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചതും ആരാണ്? നമ്മുടെ വിശ്വേശ്വരയ്യയാണ്. 1950 മാർച്ച് 15 കേന്ദ്ര മന്ത്രിസഭ ഒരു പ്രമേയത്തിലൂടെ എന്ത് ചെയ്തു, ആസൂത്രണ കമ്മീഷന് രൂപം നൽകി. ഓക്കെ അല്ലേ? ഇനി ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങളാണ് പറയുന്നത് അല്ലെ. നോക്കിക്കേ, സമൂഹത്തിന്റെ പൊതുവായ ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുന്നത്. എന്തൊക്കെയാണ്? തുല്യത, വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം. ഇതൊക്കെയാണ് എന്ത്, ആസൂത്രണത്തിന്റെ എന്തായിട്ട് വരുന്നത്, ലക്ഷ്യങ്ങളായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത് ഇനി ആസൂത്രണ കമ്മീഷനും അതുപോലെ എന്താണ് പഞ്ചവത്സര പദ്ധതികളും, പ്ലാനിംഗ് കമ്മീഷൻ ആൻഡ് 5 ഇയർ പ്ലാൻസ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ്, 1950 മാർച്ച് 15 കേന്ദ്ര മന്ത്രിസഭ ഒരു പ്രമേയത്തിലൂടെ എന്ത് ചെയ്തു, ആസൂത്രണ കമ്മീഷന് രൂപം നൽകി. പ്രധാനമന്ത്രി അധ്യക്ഷനും ഒരു മുഴുവൻ സമയ ഉപാധ്യക്ഷനും കേന്ദ്ര ക്യാബിനറ്റ് നിയമിക്കുന്ന കമ്മീഷൻ അംഗങ്ങളും ചേരുന്ന സമിതിയായിരുന്നു നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഇനി സോവിയറ്റ് യൂണിയൻ നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിന്റെ മാതൃകയാണ് ഇന്ത്യ എന്ത് ചെയ്ത് ഇതിനു വേണ്ടി സ്വീകരിച്ചിരിക്കുന്നത്. ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിനും മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്കും അനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തി നടപ്പാക്കാനാണ് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ എന്ത് ചെയ്ത് തീരുമാനിച്ചത്. ഓക്കെ, പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? അതിനുശേഷം പ്ലാനിംഗ് കമ്മീഷൻ വന്നു. പിന്നെ നമ്മൾ ലാസ്റ്റ് ഓപ്ഷനിൽ കണ്ട നീതി ആയോഗിനെ കണ്ടു അല്ലെ. അപ്പൊ നീതി ആയോഗും പ്ലാനിംഗ് കമ്മീഷനും തമ്മിലുള്ള ഒരു റിലേഷൻ എന്താണ്? കേന്ദ്ര ഗവൺമെന്റ് ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയും പ്ലാനിംഗ് കമ്മീഷന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയും നീതി ആയോഗ് അതിന് പകരമായിട്ട് വന്നതാണ് നീതി ആയോഗ് എന്ന സംവിധാനം എന്ത് ചെയ്തു, നിലവിൽ വരികയും ചെയ്തു. 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗ്. അപ്പൊ എപ്പോഴാണ് നിലവിൽ വരുന്നത്? 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വരുന്നത്. ഓക്കെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, അതാണ് നീതി ആയോഗ്. ഇനി പ്രധാനമന്ത്രിയാണ് ഇതിന്റെ അധ്യക്ഷനായിട്ട് വരുന്നത്. നീതി ആയോഗിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. ഇനി ഭരണസമിതിയിൽ എല്ലാ മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരുണ്ട്. പിന്നെ പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷനും സ്ഥിരം അംഗങ്ങളുമുണ്ട്.
പിന്നെന്താണ് 2 പാർട്ട് ടൈം അംഗങ്ങളും 4 അനൗദ്യോഗിക അംഗങ്ങളും പിന്നെന്താണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി പ്രധാന സർവകലാശാലകളിലും ഗവേഷണ സ്ഥാപനങ്ങളിലും ഉള്ളവരെയാണ് താൽക്കാലിക അംഗങ്ങൾ ആക്കുന്നത്. പ്രധാനമന്ത്രി നിയോഗിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാരാണ് അനൗദ്യോഗിക അംഗങ്ങളായിട്ട് പ്രവർത്തിക്കുക. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കും. പ്രധാനമന്ത്രി എന്ത് ചെയ്യും? നിയമിക്കും. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൽ നോട്ട് ചെയ്യേണ്ട കാര്യം, നീതി ആയോഗ് നിലവിൽ വരുന്നത് എപ്പോഴാണ്? 2015 ആണ്. ഓക്കെ, ഇനി ഇത് കൂടാതെ നമ്മുടെ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ സോഷ്യൽ സയൻസ് പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിൽ, ഓക്കെ ഇതല്ല, അടുത്ത 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലാണ് എന്താണ് പാർട്ട് 2 ചാപ്റ്റർ 7 സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം എന്നൊരു ചാപ്റ്റർ ഉണ്ട്. അതിനകത്തും ഈ പറയുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ 4 വഴികൾ എന്ന് പറഞ്ഞ ഒരു ബോക്സ് ആയിട്ട് തന്നെ ആ ഒരു 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. 1938 നിയോഗിച്ച ദേശീയ ആസൂത്രണ കമ്മിറ്റി നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയെ പറ്റി പറയുന്നുണ്ട്. 1944 എന്ത് ചെയ്തു? തയ്യാറാക്കിയ ബോംബെ പ്ലാൻ, ഇതെല്ലാം നമ്മൾ അതിൽ വായിച്ചതാണ് അല്ലേ. പിന്നെന്താണ്? ഇന്ത്യൻ ഭാവി സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ മുന്നോട്ട് വെച്ച MN റോയുടെ ജനകീയ പദ്ധതി, ഗാന്ധിയൻ ആശയങ്ങളിൽ അധിഷ്ഠിതമായ JC കുമാരപ്പയുടെ പദ്ധതി, നെഹ്റു അധ്യക്ഷനായ 1950 മാർച്ച് 15 എന്താണ് നിയമിച്ച ദേശീയ ആസൂത്രണ കമ്മീഷൻ നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ, 1951 മുതൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതികൾ, 2015 നിലവിൽ വന്ന നീതി ആയോഗ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലും പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും അല്ലെ. നോക്കിയെടാ, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിതമായത് 1950 ശരിയല്ലേ? 1950 പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിതമാകുന്നത്? ശരിയാണ്. പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണോ? ആണോ? ഭരണഘടനാ സ്ഥാപനമാണോ? അല്ല. പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ് അല്ലെ, ഒരു ഉപദേശക സമിതിയാണ്. ശരിയാണ്. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? പ്ലാനിംഗ് കമ്മീഷന് പകരം നീതി ആയോഗ് എന്ന സ്ഥാപനം നിലവിൽ വന്നത് 2018 ആണോ? 2015 ഞാൻ എഴുതിയിട്ടു അല്ലെ. 2015 നീതി ആയോഗ് വരുന്നത്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ട് വരുന്നത്? 1ഉം 3ഉമാണ് ശരിയായിട്ട് വരുന്നത്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം 12ാമത്തെ ചോദ്യമാണ്. നോക്കിക്കേ, ഇവിടെ കുറച്ച് ഓപ്ഷൻസ്. മാച്ച് ദ ഫോളോയിങ് ആണ്, കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും അല്ലെ. മാച്ച് ദ ഫോളോയിങ് ആണ്. എന്താണ്? നമ്മുടെ ഹരിത വിപ്ലവം, ധവള വിപ്ലവം, നീല വിപ്ലവം, മഞ്ഞ വിപ്ലവം, സുവർണ വിപ്ലവം, ഇതൊക്കെ എന്താണ്? ഒരു സൈഡിലുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഓരോന്നും എന്താണെന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം? മാച്ച് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേടാ, നോക്കാം. ഹരിത വിപ്ലവം. ഹരിത വിപ്ലവം എന്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണെടാ? ഭക്ഷ്യ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത് അല്ലേ. ഭക്ഷ്യ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് എന്ത്? ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. അതേസമയം ധവള വിപ്ലവം എന്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്? ധവള വിപ്ലവം പാൽ ഉൽപ്പന്നം അല്ലെ, പാൽ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതല്ലേ ധവള വിപ്ലവം. അടുത്ത് പറയുന്നത് നീല വിപ്ലവമാണ്. നീല വിപ്ലവം എന്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്? മത്സ്യ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് നീല വിപ്ലവം എന്ന് പറയുന്നത്. ഇനി മഞ്ഞ വിപ്ലവം ഉണ്ട്. മഞ്ഞ വിപ്ലവം എന്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്? എണ്ണക്കുരു ഉൽപാദനം. എന്താണ്? എണ്ണക്കുരു ഉൽപാദനവുമായിട്ട് വരുന്നതാണ് എന്ത്? മഞ്ഞ വിപ്ലവം എന്ന് പറയുന്നത്. ഇനി സുവർണ വിപ്ലവം, ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. സുവർണ വിപ്ലവം. സുവർണ വിപ്ലവം എന്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്? പഴം, പച്ചക്കറി ഉൽപാദനം. എളുപ്പമല്ലേ? അപ്പൊ എന്തൊക്കെ കാര്യം ഒന്നുകൂടെ ഞാൻ പറയാം. ഹരിത വിപ്ലവം എന്ന് പറയുന്നത് ഭക്ഷ്യ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ധവള വിപ്ലവം പാൽ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. നീല വിപ്ലവം മത്സ്യ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇനി മഞ്ഞ വിപ്ലവം ഉണ്ട്, എണ്ണക്കുരു ഉൽപാദനമാണ്. സുവർണ വിപ്ലവം എന്ന് പറയുന്നത് പഴം, പച്ചക്കറി ഉൽപാദനമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടോ നോക്കി നോക്കാം. ഹരിത വിപ്ലവം അല്ലെ, A3 വരുന്ന ഒരു ഓപ്ഷൻ. A3 വരുന്ന 3 ഇതുണ്ട്. പിന്നെന്താണ്? B4 വരുന്ന A3 B4 2 ഓപ്ഷൻ പിന്നെ ഉണ്ടല്ലേ. അടുത്ത് നോക്കാം. സി ഏതാണ്? C1 വരുന്നതാ ഓപ്ഷൻ ഡി. ഇപ്പൊ തന്നെ ആൻസർ കിട്ടി അല്ലേ. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 2011 സെൻസസ്. ഓക്കെ, 2011 സെൻസസ് റിപ്പോർട്ട് അനുസരിച്ച് സ്ത്രീ പുരുഷ അനുപാതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ കേന്ദ്രഭരണ പ്രദേശങ്ങളെ എന്ത് ചെയ്യുക? ക്രമപ്പെടുത്താനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ക്രമപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പുതുച്ചേരി, കേരളം, ഛത്തീസ്ഗഡ് ഒക്കെയാണ് ഓപ്ഷൻസിലുള്ളത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 2011 സെൻസസ് പ്രകാരം അല്ലെങ്കിൽ അനുസരിച്ച് സ്ത്രീ പുരുഷ അനുപാതത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യുക? ക്രമപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ആദ്യം ഏതാണ്? ഇതിലിപ്പോ കേരളമാണ് ആദ്യം വരുന്നത്. രണ്ടാമത് ഏത് വരുവാടാ? പുതുച്ചേരി രണ്ടാമത് വരും. മൂന്നാമത് ഏതാണ്? തമിഴ്നാട് വരും. നാലാമത് ഏതാണ്?
നാലാമത് നമ്മുടെ ആന്ധ്രാപ്രദേശ് വരും, അഞ്ചാമത് ഛത്തീസ്ഗഡ് വരും. ഏതൊക്കെയാണ്? അപ്പോൾ ആദ്യം കേരളം, രണ്ടാമത് പുതുച്ചേരി, മൂന്നാമത് തമിഴ്നാട്, നാലാമത് ആന്ധ്രാപ്രദേശ്, അഞ്ചാമത് ഛത്തീസ്ഗഡ്. അങ്ങനെയല്ലേ ആ ഒരു ഓപ്ഷൻ വരുന്നത്? അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? 4, 3 അല്ലെ? ഓപ്ഷൻ സി ഉണ്ടല്ലോ. ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് 2011 സെൻസസിൽ ആ ഒരു സ്ത്രീ പുരുഷ അനുപാതവും ശിശുലിംഗ അനുപാതവും അല്ലെ, ആ ഒരു സെൻസസിൻ്റെതായിട്ട് ജസ്റ്റ് കൊടുത്തിരിക്കുന്നതാണ്. ഓരോ വർഷങ്ങൾ ബേസ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 1961 എന്താണ് സ്ത്രീ പുരുഷ അനുപാതം? 941 ആയിരുന്നു. ശിശുലിംഗ അനുപാതം വരുമ്പോൾ 960 ആയിരുന്നു. 71 അത് 930. അടുത്ത് ശിശുലിംഗ അനുപാതം 964 ഇല്ലേ? 81 ആയപ്പോൾ അത് 934 ഇവിടെ 962. 91 ആയപ്പോൾ 927, 945. 2001 933 എന്താണ് ഇവിടെ 27 അല്ലേ? 2001 ആയപ്പോൾ ഇത് 940 ഇവിടെ എത്രയായി? 914. അപ്പോൾ ജസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഏതെല്ലാം? അടിസ്ഥാന ലക്ഷ്യങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ അടിസ്ഥാന ലക്ഷ്യങ്ങളായിട്ട് വരുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, സാമ്പത്തിക വളർച്ച, സ്വ ആശ്രയത്വം, ആധുനികവൽക്കരണം, അതുപോലെ തന്നെ കയറ്റുമതി. ഏതാണ്ടാ വരുന്നത്? സാമ്പത്തിക വളർച്ച ഉറപ്പായിട്ടും ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ അടിസ്ഥാന ലക്ഷ്യമായിരുന്നു. ഇനി സ്വ ആശ്രയത്വവും എന്തായിരുന്നു? അതിന്റെ ലക്ഷ്യമായിരുന്നു. പിന്നെ എന്താണ്? ആധുനികവൽക്കരണവും നമ്മുടെ പഞ്ചവത്സര പദ്ധതികളുടെ ഒരു അടിസ്ഥാന ലക്ഷ്യം തന്നെയായിരുന്നു. കയറ്റുമതി അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ വരുന്നതായിരുന്നോ? അല്ല. അപ്പോൾ ഈ പറയുന്ന 3 എണ്ണമാണ് ശരിയായിട്ട് വരുന്നത്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അതിനു മുന്നേ നമുക്ക് ഈ പറയുന്ന ഈ ഒരു നമ്മുടെ പഞ്ചവത്സര പദ്ധതികളെ കുറിച്ച് അല്ലെ, പഞ്ചവത്സര പദ്ധതികളെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഭാഗത്തിന് ടേബിൾ ആയിട്ട് നമ്മുടെ 8ാം ക്ലാസ്സിലെ പഴയ ടെക്സ്റ്റ് ബുക്കിലാണ് കേട്ടോ. സോഷ്യൽ സയൻസ് പാർട്ട് 2 ചാപ്റ്റർ 11 ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണം. ഈ ചാപ്റ്റർ നിങ്ങൾ മുന്നേയും കണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് ആണല്ലോ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പഞ്ചവത്സര പദ്ധതികളെ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പാകത്തിന് ഇതാ ഇങ്ങനെ ടേബിൾ ആക്കി ആ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് വായിക്കാം. 1ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് 1951, 56 ആണ്. കാർഷിക മേഖലയുടെ സമഗ്ര വികസനമാണ് ലക്ഷ്യം അല്ലെ. പിന്നെ 2ാം പഞ്ചവത്സര പദ്ധതി എന്നോട്ടായിരുന്നു 1956 തൊട്ട് 61 വരെ ആയിരുന്നു. വ്യാവസായിക വികസനമായിരുന്നു ലക്ഷ്യം. ഓക്കെ, 3ാം പഞ്ചവത്സര പദ്ധതി വന്നപ്പോൾ 1961 മുതൽ 66 ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയായിരുന്നു ലക്ഷ്യമായിട്ട് വരുന്നത്. ഇനി 4ാം പഞ്ചവത്സര പദ്ധതിയോ 1969 മുതൽ 74 വരെ സ്ഥിരതയോടുകൂടിയുള്ള വളർച്ച, സ്വ ആശ്രയത്വമായിരുന്നു എന്താണ് അതിന്റെ ലക്ഷ്യമായിട്ട് ഏത് നമ്മുടെ 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിട്ട് വരുന്നത്. 5ാം പഞ്ചവത്സര പദ്ധതി ഒരുപാട് ചോദ്യ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളവരാണല്ലേ. 5ാം പഞ്ചവത്സര പദ്ധതി ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. 1974, 79 വരെ ആയിരുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു അതിന്റെ ലക്ഷ്യം. ഓക്കെ, ഇനി 6ാം പഞ്ചവത്സര പദ്ധതി 1980, 85 കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തലായിരുന്നു എന്താ 6ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിട്ട് വരുന്നത്. അടുത്ത 7ാം പഞ്ചവത്സര പദ്ധതി 1985 മുതൽ 1990 വരെ ആധുനികവൽക്കരണവും തൊഴിലവസരങ്ങളുടെ വർധനവുമായിരുന്നു അതിന്റെ ലക്ഷ്യമായിട്ട് വരുന്നത്. ഓക്കെ, ബാക്കി 8ാം പഞ്ചവത്സര പദ്ധതിയാണ് 1992, 97 മാനവ ശേഷി വികസനമായിരുന്നു. ഇനി 9ാം പഞ്ചവത്സര പദ്ധതി വന്നപ്പോൾ 1997 മുതൽ 2002 വരെ ആയിരുന്നു ഗ്രാമീണ വികസനവും എന്താണ് കേന്ദ്രീകൃത ആസൂത്രണവുമായിരുന്നു വന്നിരുന്നത് ലക്ഷ്യമായിട്ട്. 10ാം പഞ്ചവത്സര പദ്ധതി വന്നത് 2002, 2007 കാലഘട്ടത്തിലായിരുന്നു. എന്താണ് മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ഇനി 11ാം പഞ്ചവത്സര പദ്ധതി വന്നു 2007 മുതൽ 2012 വരെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനമായിരുന്നു എന്ത് നമ്മുടെ 11ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. ഇനി അടുത്ത 12ാം പഞ്ചവത്സര പദ്ധതി എന്തായിരുന്നു? സുസ്ഥിര വികസനമാണ്. 2012 മുതൽ 2017 വരെ സുസ്ഥിര വികസനം ലക്ഷ്യം വെച്ച് വന്നതായിരുന്നു 12ാം പഞ്ചവത്സര പദ്ധതി. ഇത്രയും കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ ബ്രീഫായിട്ട് തന്നെ ഇവിടെ പറയുന്നുണ്ട്, നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേടാ? അടുത്ത് ജനാധിപത്യേതര ഗവൺമെന്റ് എന്നാൽ ജനാധിപത്യത്തിന് ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ. ജനാധിപത്യേതര ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ജനാധിപത്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. അപ്പോൾ അത് വെച്ച് നമുക്ക് നോക്കി നോക്കാം. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണം. ഓക്കെ, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണം നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുന്നത്? ജനാധിപത്യം അല്ലെ, ഡെമോക്രസിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെന്താണ്?
ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അതുപോലെ അവകാശങ്ങളും പരിമിതമാണ്. ആണോ? നമ്മുടെ ഡെമോക്രസിയിൽ അങ്ങനെ ആണോ? അല്ല. അപ്പൊ ഇത് ഏതിൽ വരുന്നതാണ്? ജനാധിപത്യേതര ഗവൺമെന്റിൽ വരുന്നതാണ്. ഇനി ഭരണാധികാരികളും നിയമത്തിന് വിധേയരായി പ്രവർത്തിക്കുന്നു. അതും ഡെമോക്രസി നമ്മുടെ ആ ഒരു നമ്മുടെ ഒരു ഡെമോക്രസിയിൽ വരുന്നതാണ് അല്ലേ? ഇനി ഭരണാധികാരികൾ നിയമത്തിന് അതീതമായി പ്രവർത്തിക്കുന്നു. ഏതായിരിക്കും? ജനാധിപത്യേതര ഗവൺമെന്റ് ആയിരിക്കും. അപ്പോൾ 2ഉം 4ഉം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ഡി ഉണ്ടല്ലേ? ഓപ്ഷൻ ഡി 2, 4 എന്നിവ ശരിയാണ് എന്നുള്ളതാണ് അവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേടാ? ഇനി നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇന്ത്യൻ ജനാധിപത്യം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ? എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇത്രയധികം ആളുകൾ പങ്കെടുക്കുന്ന ജനാധിപത്യ പ്രക്രിയ ലോകത്ത് മറ്റൊരിടത്തും എന്തായിരിക്കും? ഉണ്ടായിരിക്കില്ല. ഇനി തിരഞ്ഞെടുപ്പുകൾ ജനാധിപത്യ വ്യവസ്ഥയിൽ അനിവാര്യ ഘടകമാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് പിന്നീട് പറയുന്നത്. എന്തുകൊണ്ട് ഇന്ത്യ ജനാധിപത്യം സ്വീകരിച്ചു? അങ്ങനെ ഒരു ചോദ്യം തോന്നിയിട്ടില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യ ജനാധിപത്യത്തിലേക്ക് പോയത്? നോക്കിക്കേ, ജനാധിപത്യ മൂല്യങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെയും അതിന്റെ നേതൃത്വത്തെയും വളരെയധികം സ്വാധീനിച്ചിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിലെ പ്രക്ഷോഭങ്ങളും ജനാധിപത്യ രീതികൾ അവലംബിച്ചിരുന്നു. ഇനി എന്താണ്? അതുപോലെ തന്നെ സാംസ്കാരികമായും ഭൂമിശാസ്ത്രപരമായും ഇത്രയധികം വൈവിധ്യമുള്ള പ്രദേശങ്ങളെ രാഷ്ട്രീയമായി ഏകീകരിക്കണമെങ്കിൽ അല്ലെ, നമ്മുടെ ഇന്ത്യയുടെ ഒരു പ്രത്യേകത എന്താണ്? വളരെ വൈവിധ്യമുള്ള പ്രദേശങ്ങളും അല്ലെ, അങ്ങനെ ഇതായിട്ടുള്ള ഒരു രാജ്യമാണ് അല്ലെ. അപ്പൊ അതിനെ ഏകീകമായിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് അന്നത്തെ നേതാക്കൾ എന്ത് ചെയ്തു? വിശ്വസിച്ചിരുന്നു. പിന്നെന്താണ്? വ്യത്യസ്ത ആശയങ്ങൾ സംവദിക്കുന്നതിനുള്ള വേദി ഒരുക്കുന്നത് ജനാധിപത്യം മാത്രമാണ്. ഭരണകൂടങ്ങളുടെ സമാധാനപരമായ അധികാര കൈമാറ്റം അതുപോലെ ജനങ്ങളുടെ പരാതികളും പ്രതിഷേധങ്ങളും രേഖപ്പെടുത്താൻ അവസരം നൽകുന്ന ജനാധിപത്യ വ്യവസ്ഥയിൽ മാത്രമാണെന്ന് സ്വതന്ത്ര ഇന്ത്യയുടെ ശില്പികൾ മനസ്സിലാക്കിയിരുന്നു അല്ലെ. പിന്നെന്താണ്? അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇന്ത്യ ഒരു ജനാധിപത്യ വ്യവസ്ഥ നടപ്പിലാക്കാൻ തീരുമാനിക്കുകയും അതിനുവേണ്ടി ഭരണഘടന എഴുതി തയ്യാറാക്കുകയും ചെയ്തു. ഇന്ത്യ എന്തുകൊണ്ട് ജനാധിപത്യം സ്വീകരിച്ചു? അതിനുള്ളൊരു ഉത്തരമാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേടാ? അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഇന്ത്യയിൽ നിയമനിർമ്മാണ വിഭാഗം എന്നാൽ രാഷ്ട്രപതി അതുപോലെ രാജ്യസഭ ലോകസഭ. പിന്നെ എന്തൊക്കെ പറയുന്നു? അപ്പം നിയമനിർമ്മാണ വിഭാഗം അതുപോലെ തന്നെ കാര്യനിർവഹണ വിഭാഗം ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നത്. നോക്കാം. ഇന്ത്യയിൽ നിയമനിർമ്മാണ വിഭാഗം എന്നാൽ രാഷ്ട്രപതി രാജ്യസഭ ലോകസഭ എന്നിവയ്ക്ക് ഉൾപ്പെടുന്നതാണെന്ന് പറയുന്നു. പിന്നെന്താണ്? ഇന്ത്യയിൽ കാര്യനിർവഹണ വിഭാഗം എന്നാൽ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി മന്ത്രിസഭ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ വൃന്ദം എന്നിവ ഉൾപ്പെടുന്നു എന്ന് പറയുന്നു. ഇന്ത്യയിൽ നിയമനിർമ്മാണ വിഭാഗം എന്നാൽ രാജ്യസഭ ലോകസഭ എന്നിവ ഉൾപ്പെടുന്നു എന്ന് പറയുന്നു. ഇന്ത്യയിൽ കാര്യനിർവഹണ വിഭാഗം എന്നാൽ രാഷ്ട്രപതി പ്രധാനമന്ത്രി മന്ത്രിസഭ ഇവയെല്ലാം ഉൾപ്പെടുന്നു എന്ന് പറയുന്നു. അപ്പൊ ഇതിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് നമ്മുടെ 8ാം ക്ലാസ്സിലെ പഴയ ടെക്സ്റ്റ് ബുക്ക് സോഷ്യൽ സയൻസ് പാർട്ട് 1 ചാപ്റ്റർ 4 നമ്മുടെ ഗവൺമെന്റ് എന്നൊരു ചാപ്റ്റർ അതിലുണ്ട്. അവിടെ നിന്ന് നമുക്ക് കൃത്യമായിട്ട് ഇതിന്റെ ഉത്തരം കിട്ടും. ഓക്കെ, ജസ്റ്റ് നമ്മുടെ ഗവൺമെന്റ് എന്താണ്? നിയമനിർമ്മാണ വിഭാഗമുണ്ട് ഗവൺമെന്റിൽ. പിന്നെന്താണ്? നീതി ന്യായ വിഭാഗമുണ്ട്. അതുപോലെ കാര്യനിർവഹണ വിഭാഗം. ഓക്കെ, ഇതിൽ നമുക്കറിയാം നിയമനിർമ്മാണ വിഭാഗം എന്താണ്? നിയമങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നിയമനിർമ്മാണ വിഭാഗം. അതേസമയം നീതിന്യായ വിഭാഗം എന്താണ്? നിയമങ്ങളെ വ്യാഖ്യാനിക്കുന്നതാണ് അല്ലെ. ഇനി കാര്യനിർവഹണ വിഭാഗം എന്താണ്? നിയമങ്ങൾ നടപ്പിലാക്കുന്നതാണ് കാര്യനിർവഹണ വിഭാഗം. ഓക്കെ, പിന്നെ ഇന്ത്യയിലെ ഗവൺമെന്റ് നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. നോക്കിക്കേ, കൃത്യമായിട്ട് നോട്ട് ചെയ്യുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കൂ. ഓക്കെ, നിയമനിർമ്മാണ വിഭാഗത്തില് നമ്മുടെ രാഷ്ട്രപതി ലോകസഭ അതുപോലെ തന്നെ രാജ്യസഭ ഏതൊക്കെയാണ്? രാഷ്ട്രപതി പിന്നെ ലോകസഭ അതുപോലെ രാജ്യസഭയാണ് നിയമനിർമ്മാണ വിഭാഗത്തിൽ വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേടാ? ഇനി കാര്യനിർവഹണ വിഭാഗമുണ്ട്. അതിൽ നമ്മുടെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി മന്ത്രിസഭ ഉദ്യോഗസ്ഥ വൃന്ദം. ഓക്കെ, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി മന്ത്രിസഭ ഉദ്യോഗസ്ഥ വൃന്ദമാണ് അതിൽ വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേടാ? അടുത്ത സുപ്രീം കോടതി നീതിന്യായ വിഭാഗത്തിലാണ് കേട്ടോ. ഏതാണ്? സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതി, സബ് കോടതി, മുനിസിപ്പൽ കോടതി, മജിസ്ട്രേറ്റ് കോടതി. കോടതികളാണ്, നീതിന്യായ വിഭാഗമാണല്ലോ. അപ്പം കോടതികളാണ് അതിൽ പ്രധാനമായിട്ടും വരുന്നത്.
അപ്പോൾ നമുക്ക് ഇനി നേരെ എന്ത് ചെയ്യാം, നമ്മുടെ ചോദ്യത്തിലേക്ക് പോവാം. താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ചോദ്യം. ഇന്ത്യയിൽ നിയമനിർമ്മാണ വിഭാഗം എന്നാൽ രാഷ്ട്രപതി, രാജ്യസഭ, ലോകസഭ എന്നിവ ഉൾപ്പെടുന്നു. കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്, SCRT ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് ഇന്ത്യയിൽ നിയമനിർമ്മാണ വിഭാഗം എന്നാൽ രാഷ്ട്രപതി, രാജ്യസഭ, ലോകസഭ എന്നിവ തന്നെയാണ്. പിന്നെ എന്താണ് ഇന്ത്യയിൽ കാര്യനിർവഹണ വിഭാഗത്തിൽ എന്തൊക്കെയാണ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം എന്നിവർ ഉൾപ്പെടുന്നു അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ട് വന്നത്? കാര്യനിർവഹണ വിഭാഗം രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം. ഓക്കെ, അടുത്ത മൂന്നാമത്തെ, ഇന്ത്യയിൽ നിയമനിർമ്മാണ വിഭാഗം എന്നാൽ രാജ്യസഭ, ലോകസഭ എന്നിവ ആണോ? നിയമനിർമ്മാണ സഭയിൽ അങ്ങനെയാണോ നമ്മൾ പഠിച്ചത്? രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭയാണ്. അപ്പൊ ഇതെന്താണ്? തെറ്റാണ്. ഇനി ഇന്ത്യയിൽ കാര്യനിർവഹണ വിഭാഗം എന്നാൽ രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ എന്നിവ ഉൾപ്പെടുന്നു. അതും തെറ്റാണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻസിൽ ഏതാണ് വരുന്നത്? ഉത്തരമായിട്ട് വരുന്നത് 1, 2 എന്നുള്ള ഓപ്ഷൻ സി ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? കൃത്യമായിട്ട് SCRT ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഉത്തരത്തിൽ എത്തിയില്ലേ? ഓക്കെ, അടുത്ത് ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിർബന്ധമായും പാലിക്കേണ്ട ഘട്ടങ്ങൾ ക്രമപ്പെടുത്തുക. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ ഒരു ഘട്ടങ്ങൾ പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓർഡർ ആക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഓർഡർ ആക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കിയേടാ, ഇവിടെ ഓപ്ഷൻസ് ഞാൻ വായിക്കാം. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയുണ്ട്, നാമനിർദ്ദേശക പത്രിക പിൻവലിക്കലുണ്ട്, തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുപ്പിക്കലുണ്ട്, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കലുണ്ട്. ഇതിൽ ഏതായിരിക്കും ആദ്യം നടക്കുന്നത്? ഇവിടെ ആദ്യം നടക്കുന്നത്? തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കണ്ടേ അല്ലെ? അപ്പൊ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിപ്പിക്കലാണ് ഫസ്റ്റ് നടക്കുന്നത് അല്ലെ? പിന്നെ എന്താണ്? നിർബന്ധമായും പാലിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. രണ്ടാമത് പിന്നെ എന്താണ് നടക്കുന്നത്? നമ്മുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതാണ് അല്ലെ? നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതാണ്. പിന്നെന്ത് നടക്കുന്നു? പിന്നെ അടുത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്? നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടത്തും അല്ലെ? പിന്നെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കലാണ്. പിന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് പിൻവലിക്കാവുന്നതാണ് അടുത്ത് നടക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്തൊരു ചോദ്യമാണ് നമ്മുടെ മൗലിക അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു ചോദ്യമാണ്. എന്താണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏതിലാണ് ഉൾപ്പെടുന്നത് അല്ലെ? മൗലിക അവകാശങ്ങൾ നിങ്ങൾക്കറിയാം, അതിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അല്ലെ? അതിനകത്ത് വരുന്നത് എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ, സംഘടനകൾ രൂപീകരിക്കുവാനുള്ള അവകാശം, അന്യായമായ അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണം, സ്വാതന്ത്ര്യമായി എന്താണ് ഏത് മതത്തിലും വിശ്വസിക്കുന്നതിനുള്ള അവകാശം. ഇത്രയാണുള്ളത്. നമുക്ക് നോക്കി നോക്കാം. നമുക്ക് ഇതിന്റെ ഉത്തരം നമ്മുടെ 9ാം ക്ലാസ്സിലെ പഴയ ടെക്സ്റ്റ് ബുക്കാണ്. സോഷ്യൽ സയൻസ് പാർട്ട് 1 ചാപ്റ്റർ 3 ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്നൊരു ചാപ്റ്റർ ഉണ്ടാണ്. അതിനകത്ത് കൃത്യമായിട്ട് ഓരോ മൗലിക അവകാശങ്ങളെ പറ്റിയിട്ടും അതിനകത്തുള്ള ഓരോ റൈറ്റ്സിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമുക്കിപ്പോൾ വേണ്ടത് എന്തിനെ പറ്റിയിട്ടാണ്? ആദ്യം നമുക്ക് ജസ്റ്റ് മൗലിക അവകാശങ്ങളെ പറ്റി നോക്കാം. ജനാധിപത്യ സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമായ അവകാശങ്ങൾ ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്? ഉറപ്പ് നൽകുന്നുണ്ട്. ഇതിൽ ഏറ്റവും അനിവാര്യമായ മൗലിക അവകാശങ്ങൾ എന്ന പേരിൽ നമ്മുടെ ഭരണഘടനയുടെ മൂന്നാമത്തെ, അത് ഓർത്തു വെക്കുക, പാർട്ട് 3യിലാണ് കേട്ടോ. പാർട്ട് 3യിലാണ് എന്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശങ്ങളാണ് മൗലിക അവകാശം. മറ്റ് ഉള്ളതിൽ നിന്ന് എന്താണ് മൗലിക അവകാശങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്? ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല? ഇത് നിഷേധിക്കാനായിട്ട് പാടില്ല. പിന്നെ അവ വ്യക്തിയുടെ സമ്പൂർണ്ണ വികസനത്തിന് ഒഴിച്ചുകൂടാത്തവയാണ്. അന്തസ്സുള്ള ജീവിതം നയിക്കുന്നതിന് അവ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ മൗലിക അവകാശങ്ങൾക്കും അവയുടെ സംരക്ഷണത്തിനും ഒരു ജനാധിപത്യ സമൂഹത്തിൽ വളരെ വലിയ പ്രാധാന്യമാണ് ഉള്ളത്. ഓക്കെ, ഇനി ജസ്റ്റ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനൊക്കെ. ഓക്കെ, സമത്വത്തിനുള്ള അവകാശം അല്ലെ? സമത്വത്തിനുള്ള അവകാശം. പിന്നെന്താണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടനാപരമായ പരിഹാരം കണ്ടെത്തുന്നതിനുള്ള അവകാശം. എല്ലാ അവകാശങ്ങളും ഉണ്ട് അല്ലെ? ഇതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നതാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അല്ലെ? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിനകത്ത് എന്തൊക്കെ വരും എന്നായിരുന്നു ചോദ്യം ചോദിച്ചിരുന്നത്. നമുക്ക് വായിച്ചിട്ട് പോവാം. നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കഴിയുമ്പോൾ നിങ്ങൾ ഉത്തരം പറയണം. ഓക്കെ, സംസാരത്തിനും ആശയ പ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം. പിന്നെന്താണ്? ആയുധങ്ങൾ കൂടാതെ സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം. പിന്നെന്താണ്? സംഘടനകൾ. ഇത് കൂടാതെ പിന്നെ എന്തൊക്കെയാണ്? സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം.
സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം, ഏത് തൊഴിലിനും വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യം, പിന്നെന്താണ് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. പിന്നെന്താണ് അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായിട്ടുള്ള സംരക്ഷണം. അപ്പൊ ഈ അറസ്റ്റിന്റെ കാര്യവും നമ്മൾ എവിടെ കണ്ടായിരുന്നു? നമ്മുടെ ക്വസ്റ്റ്യനിൽ കണ്ടായിരുന്നു. അപ്പൊ ഈ അന്യായമായിട്ടുള്ള അറസ്റ്റിനും തടങ്കലിനും എതിരായി ഉള്ള സംരക്ഷണം, അതുപോലെ എന്താണ് ഈ പറയുന്ന സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനും താമസിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം, ഇതൊക്കെ ഏതിൽ ഉൾപ്പെടുന്നതാണ്? നമ്മുടെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്നതാണ്. ഇനി ഞാൻ ഒന്നുകൂടെ നമ്മുടെ ചോദ്യം വായിക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നതിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ഏതൊക്കെയാണെടാ? സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം നമ്മളിപ്പോൾ വായിച്ചിട്ട് വന്നതാണല്ലേ, അതുണ്ട്. പിന്നെന്താണ് അന്യായമായ അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണം. അപ്പോൾ ഏതൊക്കെയാണെടാ? സ്ഥാനപ്പേരുകൾ നിർത്തലാക്കാൻ നിങ്ങൾ അതിൽ കണ്ടോ? അതുപോലെ സ്വതന്ത്രപരമായി ഏത് മതത്തിലും വിശ്വസിക്കുന്നതിനുള്ള അവകാശം കണ്ടോ? ഇതിൽ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? 2ഉം 3ഉം ആണല്ലേ. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേടാ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന വസ്തുതകളിൽ ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. 395 അനുച്ഛേദങ്ങൾ, 8 പട്ടികകൾ, 103 ഭരണഘടനാ ഭേദഗതികൾ 2021 സെപ്റ്റംബർ വരെ, പിന്നാണ് 22 ഭാഗങ്ങൾ. ഏതൊക്കെയാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി 1ഉം 4ഉം എന്നിവ ശരിയാണെന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്. 395 അനുച്ഛേദങ്ങളാണ്, അതുപോലെ തന്നെ 22 ഭാഗങ്ങളാണ്, 103 ഭരണഘടനാ ഭേദഗതികളാണ്, 105 വരെയാണ് 2021 സെപ്റ്റംബർ വരെ വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേടാ? അടുത്ത ചോദ്യം, ശരിയായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. സംസ്ഥാന മുഖ്യമന്ത്രിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. പിന്നെന്താണ്? സംസ്ഥാന ധനകാര്യ മന്ത്രി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അംഗമാണ്. സംസ്ഥാന റവന്യൂ മന്ത്രി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അംഗമാണ്. ഏതൊക്കെയാണ് ഉത്തരമായിട്ട് വരുന്നത്? നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്നുള്ളത് ശരിയാണ്. അതുപോലെ തന്നെ എന്താണ്? സംസ്ഥാന റവന്യൂ മന്ത്രി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അംഗമാണ് എന്നുള്ളതും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഓപ്ഷൻ ഡി ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേടാ? അടുത്ത ചോദ്യം, ശരിയായ പ്രസ്താവന ഏതെന്ന് വ്യക്തമാക്കുക. ശ്രേണിപരമായ സംഘാടനവും രാഷ്ട്രീയ നിഷ്പക്ഷതയും ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകളിൽ പെടുന്നു. കൂട്ടുത്തരവാദിത്വവും വൈദഗ്ധ്യവും ഉദ്യോഗസ്ഥ വൃന്ദത്തെ കാര്യക്ഷമമാക്കുന്നതിന് സഹായിക്കുന്നു. ഇതിൽ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ് അല്ലെ, 1 മാത്രമാണ് ശരി. ശ്രേണിപരമായ സംഘാടനവും രാഷ്ട്രീയ നിഷ്പക്ഷതയും ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകളിൽ എന്താണ്? പെടുന്നു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേടാ? അടുത്ത ചോദ്യം, വിവരാവകാശ നിയമം 2005 പ്രകാരം വെളിപ്പെടുത്തുവാൻ കഴിയുന്ന പൊതുവിവരത്തിൽ പെടുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. വിവരാവകാശം നിയമം 2005 പ്രകാരം വെളിപ്പെടുത്താൻ കഴിയുന്ന പൊതുവിവരത്തിൽ ഏതൊക്കെ കാര്യങ്ങൾ വരും എന്ന് ആണ് നമ്മളോട് എന്ത് ചെയ്തിരിക്കുന്നത്? ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഫയലുകൾ, കോടതി പരിഗണനയിലുള്ളവ, രാജ്യസുരക്ഷയും അഖണ്ഡതയും ബാധിക്കുന്ന വിവരങ്ങൾ, അതുപോലെ തന്നെ ലോഗ് ബുക്ക്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഓപ്ഷൻസിൽ തന്നിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വിവരാവകാശ നിയമം 2005 പ്രകാരം വെളിപ്പെടുത്താൻ കഴിയുന്ന പൊതുവിവരത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ഉത്തരമായിട്ട് വരുന്നത്? ഫയലുകൾ ശരിയാണ്. കോടതി പരിഗണനയിലുള്ളവ നമുക്ക് വെളിപ്പെടുത്താനായിട്ട് അതിൽ പറയുന്നുണ്ടോ? ഇല്ല. രാജ്യസുരക്ഷയും അഖണ്ഡതയും ബാധിക്കുന്ന വിവരങ്ങൾ, അത് പറ്റുമോ? പിന്നെന്താണ്? ലോഗ് ബുക്കാണ് പിന്നെ വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, ഹരിത കേരള മിഷൻ ഊന്നൽ നൽകാത്ത മേഖല ഏതാണ്? ഹരിത കേരള മിഷൻ അല്ലെ കേരളത്തിൽ കൊണ്ടുവന്നാണല്ലേ, അതിൽ വരാത്തത് അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യത്തിൽ വരാത്തത് അല്ലെങ്കിൽ ഊന്നൽ നൽകാത്ത മേഖല ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ജലസംരക്ഷണം, ഓപ്ഷൻ ബി ശുചിത്വം, ഓപ്ഷൻ സി വനവൽക്കരണം, ഓപ്ഷൻ ഡി കൃഷി. ഇതിൽ ജലസംരക്ഷണം, ശുചിത്വം, കൃഷി ഇതൊക്കെ ആരുടെ ഇതിൽ വരുന്നതാണ്? നമ്മുടെ ഈ ഒരു ഹരിത കേരള മിഷന്റെ ഇതിൽ വരുന്നതാണ്. വനവൽക്കരണമാണ് അവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി ഇത് വിഭാവനം ചെയ്തത് കേരള സർക്കാർ നവകേരള മിഷന്റെ ഭാഗമായിട്ടായിരുന്നു. ഉദ്ഘാടനം നടന്നത് 2016 ഡിസംബർ 8-നാണ്. പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്നു ഉദ്ഘാടനം ചെയ്തത്.
ലക്ഷ്യം ജലസംരക്ഷണം, മാലിന്യ സംസ്കരണം, കൃഷി വികസനം അല്ലെ. ജലസംരക്ഷണം, അതുപോലെ തന്നെ മാലിന്യം, അതാണ് ശുചിത്വം എന്ന് പറയുന്നത്. പിന്നെ കൃഷി വികസനം, വനവൽക്കരണം അതിലില്ല. പിന്നെ ബ്രാൻഡ് അംബാസഡർ ആരായിരുന്നു? KJ യേശുദാസ് ആയിരുന്നു. ഇത്രയും കാര്യങ്ങൾ എക്സ്ട്രാ വരുന്നതാണ്, നിങ്ങൾ പഠിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, ദഹനരസത്തിൽ രാസാഗ്നികൾ ഒന്നുമില്ലാത്ത ദഹന ഗ്രന്ഥി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കരളാണോ, ആഗ്നേയ ഗ്രന്ഥിയാണോ, ആമാശയ ഗ്രന്ഥിയാണോ, ഉമിനീർ ഗ്രന്ഥിയാണോ? ഇതിൽ ഏതാണ് രാസാഗ്നികൾ ഒന്നുമില്ലാത്തത്? നമ്മുടെ കരളിനാണ്. ഏതാണ്? ഓപ്ഷൻ എ, കരളാണ് ഉത്തരമായിട്ട് വരുന്നത്. കരളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് നോക്കാം. കരളിനെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ ഹെപ്പറ്റോളജി എന്ന് പറയുന്നു. കരൾ പുറപ്പെടുവിക്കുന്ന ദഹനരസം ഏതാണ്? പിത്തരസം. പിന്നെ പിത്തരസം സംഭരിക്കുന്നത് എവിടെയാണ്? പിത്താശയത്തിലാണ് പിത്തരസം നമ്മൾ സംഭരിച്ചു വെക്കുന്നത്. കരൾ പുറപ്പെടുവിപ്പിക്കുന്ന വിഷപദാർത്ഥം ഏതാണ്? അമോണിയ ആണ്. ഇനി കരളിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഹെപ്പറ്റൈറ്റിസും അതുപോലെ തന്നെ എന്താണ്, സിറോസിസുമാണ്, ലിവർ സിറോസിസ് അല്ലേ. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് കരളിനെ പറ്റിയിട്ടുള്ള നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. അറിയില്ലാത്തവ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? എഴുതി നോട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത ചോദ്യം, രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? നമ്മുടെ രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം? ടെറ്റനസ്, ടെറ്റനി, ഡിഫ്തീരിയ, ക്ഷയം. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന ഈ കൂട്ടത്തിൽ ആരാണ്? ടെറ്റനി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അപ്പം നമുക്കിനി ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ നോക്കാം. ക്ഷയം എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗങ്ങളുടെ രാജാവാണ്. അതുപോലെ തന്നെ രോഗകാരി ഏതാണ്? മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് ഈ ക്ഷയം പരത്തുന്ന രോഗകാരി എന്ന് പറയുന്നത്. ഇനി ക്ഷയരോഗികൾക്ക് നൽകുന്ന ചികിത്സ എന്താണ്? ഡോട്ട്സ് ആണ് ക്ഷയരോഗികൾക്ക് നൽകുന്ന ചികിത്സ. ഇനി ക്ഷയത്തെ പ്രതിരോധിക്കാൻ നൽകുന്ന വാക്സിൻ ആണ് BCG വാക്സിൻ. ഓക്കെ അല്ലേ. ഇനി ഡിഫ്തീരിയ ഉണ്ട്. ഡിഫ്തീരിയയുടെ രോഗകാരി ആരാണ്? കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ ആണ് എന്താണ് ഡിഫ്തീരിയയുടെ രോഗകാരി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേടാ? അടുത്ത്, എലിപ്പനിക്ക് കാരണമായിട്ടുള്ള രോഗകാരി. എലിപ്പനിക്ക് കാരണമായിട്ടുള്ള ബ്ലാക്ക് ഡെത്ത് അല്ലെ, എലിപ്പനിക്ക് കാരണമായിട്ടുള്ള രോഗകാരി ആരാണ്? കോറിനി ബാക്ടീരിയം, മൈക്കോ ബാക്ടീരിയം, ലെപ്റ്റോസ്പൈറ, ന്യൂമോകോക്കസ്. ഇപ്പൊ തന്നെ ഉത്തരം കിട്ടിക്കാണല്ലോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എളുപ്പമുള്ളൊരു ചോദ്യമാണ്. എലിപ്പനിക്ക് കാരണമായിട്ടുള്ള രോഗകാരി ഏതാണ്? ലെപ്റ്റോസ്പൈറയാണ്. ഓപ്ഷൻ സി, ലെപ്റ്റോസ്പൈറയാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, രോഗകാരിയാണ് ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത്, എംഫിസിമ എന്ന രോഗത്തിന് കാരണം? മദ്യപാനം, രക്തസമ്മർദ്ദം, ഫാറ്റി ലിവർ, പുകവലി. എന്ത് കാരണം കൊണ്ടാണ് എംഫിസിമ വരുന്നത്? എന്തുകൊണ്ടാണ്? പുകവലി കാരണം. പുകവലി കൂടുമ്പോഴാണ് എംഫിസിമ പോലുള്ള രോഗങ്ങളൊക്കെ വരുന്നത്. ഇനി 4ാമത് ഇന്തോ-US ഹെൽത്ത് ഡയലോഗിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം ഏതെന്നാണ്? ന്യൂഡൽഹി, പൂനെ, ലക്നൗ, ബോംബെ. ഏതാണടാ? ഓപ്ഷൻ എ, ന്യൂഡൽഹി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത്, തുലന സ്ഥാനത്ത് നിന്നും ഒരു കണികയ്ക്ക് ഉണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരമാണ് എന്ത്? ആയതി, തരംഗ ദൈർഘ്യം, അതുപോലെ ആവൃത്തിയുണ്ട്, തരംഗ വേഗമുണ്ട്. എന്താണ്? തുലന സ്ഥലത്ത് നിന്നും ഒരു കണികയ്ക്ക് ഉണ്ടാകുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരണമാണ് എന്ത്? ആയതി. ഓപ്ഷൻ എ, ആയതിയാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇനി ഒരു ദിവസത്തെ ശരാശരി അന്തരീക്ഷ താപനില 35 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഫാരൻഹീറ്റ് സ്കെയിലിൽ താപനില എത്രയായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എത്രയായിരിക്കും എടാ? ഫാരൻഹീറ്റ് സ്കെയിലിൽ എത്രയായിരിക്കും നമ്മുടെ താപനിലയായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി, 95 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ഉരുളക്കിഴങ്ങ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണിന്റെ pH മൂല്യം എത്രയാണെന്നാണ് ചോദിച്ചത്. ഉരുളക്കിഴങ്ങ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണിന്റെ pH മൂല്യമാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? ഓപ്ഷൻ സി, 5 ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ആവർത്തന പട്ടികയിലെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കാത്ത കൃത്യമായിട്ടുള്ള ഒരു സ്ഥാനം നിർണ്ണയിക്കാത്ത മൂലകമുണ്ട്. അത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹീലിയം, ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ. ഇത്രയും പേരാണ് ഓപ്ഷൻസിലുള്ളത്. അറിയാമെങ്കിൽ പെട്ടെന്ന് കമന്റ് ചെയ്തേ. ആവർത്തന പട്ടികയിലെ കൃത്യമായിട്ടുള്ള സ്ഥാനം നിർണ്ണയിക്കാത്ത മൂലകം ഏതാണ്? ഓപ്ഷൻ ബി, ഹൈഡ്രജൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത്, താഴെ പറയുന്ന ഏത് രാസവസ്തുവിനെ നിർജ്ജലീകരിക്കാനാണ് അല്ലെങ്കിൽ ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ് അല്ലെ സൾഫ്യൂരിക് ആസിഡ് നമ്മൾ ഉപയോഗിക്കാത്തത്? സൾഫ്യൂരിക് ആസിഡ് നമ്മൾ ഈ താഴെ കുറച്ച് ഓപ്ഷൻസ് പറയുന്നുണ്ട്. അതിൽ ഏത് രാസവസ്തുവിനെ ഡീഹൈഡ്രേറ്റിംഗ് അല്ലെങ്കിൽ നിർജ്ജലീകരണം നടത്താൻ വേണ്ടിയിട്ടാണ്, നിർജ്ജലീകരിക്കാനാണ് നമ്മൾ ഈ പറയുന്ന സൾഫ്യൂരിക് ആസിഡ് നമ്മൾ ഉപയോഗിക്കാത്തത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ക്ലോറിൻ, സൾഫർ ഡൈ ഓക്സൈഡ്, അമോണിയ, ഹൈഡ്രജൻ ക്ലോറൈഡ്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ സി, അമോണിയ ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത്, ഇതിൽ ഏത് കായിക താരമാണ് ഗോൾഡൻ സ്ലാം കരസ്ഥമാക്കിയത്? ആരാണ്? റോജർ ഫെഡർ, നൊവാക് ജോക്കോവിച്ച്, പിന്നെന്താണ്? സ്റ്റെഫി ഗ്രാഫ്, മാർട്ടീന നവരത്തിലോവ. ഓക്കെ, ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? സ്റ്റെഫി ഗ്രാഫ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി, സ്റ്റെഫി ഗ്രാഫ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേടാ? അടുത്ത ചോദ്യം,
സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി ഒളിമ്പിക്സ് വ്യക്തിഗത മെഡൽ നേടിയ കായിക താരം. ആദ്യമായിട്ട് ഒളിമ്പിക്സ് വ്യക്തിഗത മെഡൽ നേടിയ കായിക താരം ആരെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? KD ജാദവ് ആണ് കേട്ടോ. KD ജാദവ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. KD ജാദവ്. 1952 KD ജാദവ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു പറയുന്ന ഒളിമ്പിക്സ് വ്യക്തിഗത മെഡൽ നേടുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേടാ? അടുത്ത ചോദ്യം, ഇതിൽ ജ്ഞാനപീഠ അവാർഡ് നേടാത്തത് ആരാണ്? കുറച്ച് ആൾക്കാർ തന്നിട്ടില്ലേ? വയലാർ രാമവർമ്മയുണ്ട്, ONV കുറുപ്പുണ്ട്, MD വാസുദേവൻ നായരുണ്ട്, അക്കീത്തം അച്യുതൻ നമ്പൂതിരിയുണ്ട്. വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ഈ കൂട്ടത്തിൽ ജ്ഞാനപീഠ അവാർഡ് നേടാത്ത ആള് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിക്കാണും. എന്നാൽ വേഗം എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം? മലയാളികളായിട്ടുള്ള ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആൾക്കാരുടെ ലിസ്റ്റാണ് ഈ കാണുന്നത്. ജസ്റ്റ് ഒന്ന് വായിക്കാം. G. ശങ്കരക്കുറുപ്പ് കിട്ടിയിട്ടുണ്ടല്ലേ? 1965 ഓടക്കുഴലിന് ആണ് കിട്ടിയിട്ടിരിക്കുന്നത്. ഇനി SK പൊറ്റേക്കാട് കിട്ടിയിട്ടുണ്ട്. ഒരു ദേശത്തിന്റെ കഥ 1980 തകഴി ശിവശങ്കര പിള്ള സമഗ്ര സംഭാവനയ്ക്ക് 1984 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ഇനി MD വാസുദേവൻ നായർ നമ്മുടെ ഓപ്ഷൻസിലുണ്ടല്ലേ? MD വാസുദേവൻ നായർ സമഗ്ര സംഭാവനയ്ക്ക് 1995 ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. അടുത്ത ONV കുറുപ്പും നമ്മുടെ ഓപ്ഷനിലുണ്ട്. സമഗ്ര സംഭാവനയ്ക്ക് 2007 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. അക്കിത്തം അച്യുതൻ നമ്പൂതിരി നമ്മുടെ ഓപ്ഷനിലുണ്ട്. സമഗ്ര സംഭാവനയ്ക്ക് 2019 എന്ത്? ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. അപ്പൊ ആർക്കാണ് കിട്ടാത്തത്? വയലാർ രാമവർമ്മയാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേടാ? അടുത്ത ചോദ്യം, ഭാരതരത്ന അവാർഡ് കിട്ടിയ കായിക താരം എന്താണ്? ധ്യാൻ ചന്ദ് ആണോ, സച്ചിൻ ടെണ്ടുൽക്കർ ആണോ, കപിൽ ദേവ് ആണോ, മിൽഖ സിംഗ് ആണോ? ആർക്കാണ് ഭാരതരത്ന കിട്ടിയത്? ആർക്കാണ്? സച്ചിൻ ടെണ്ടുൽക്കറിനാണ് ഭാരതരത്ന കിട്ടിയിരിക്കുന്നത്. ഇനി ധ്യാൻ ചന്ദ്, കപിൽ ദേവ്, മിൽഖ സിംഗ് ഒക്കെ ഓപ്ഷൻസിലുണ്ട്. നമുക്ക് സച്ചിൻ ടെണ്ടുൽക്കറിന് ഈ ഭാരതരത്ന ലഭിക്കുന്നത് 2014 അതുപോലെ മിൽഖ സിംഗ് അല്ലെ, പറക്കും സിംഗ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ നിങ്ങൾ? അപ്പോൾ 2014 സച്ചിൻ ടെണ്ടുൽക്കറിന് ഭാരതരത്ന ലഭിക്കുന്നത്. ഇനി സച്ചിൻ ടെണ്ടുൽക്കറിന് വേറെ ഏതൊക്കെ പുരസ്കാരങ്ങൾ അല്ലെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏതൊക്കെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ കമന്റ് ചെയ്യുക. ഓക്കെ. 2021 ICC T20 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് നടന്ന സ്ഥലം എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യ, ഓസ്ട്രേലിയ ഉണ്ട്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആൻഡ് ഒമാൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. എന്താണ്? വെസ്റ്റ് ഇൻഡീസ് ഉണ്ട്. ഉത്തരം ഏതാണ്? ഓപ്ഷൻ C, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആൻഡ് ഒമാൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ. അടുത്ത ടോക്കിയോ 2020 ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യമാണ് ജപ്പാൻ, ചൈന. 2020 ഒളിമ്പിക്സ് ആണ് കേട്ടോ. ടോക്കിയോ 2020 ഒളിമ്പിക്സിലാണ്. എന്താണ്? ജപ്പാൻ, ചൈന, ഗ്രേറ്റ് ബ്രിട്ടൻ, അമേരിക്ക. ഓപ്ഷൻ ഡി എന്താണ്? നമ്മുടെ അമേരിക്ക. ഓപ്ഷൻ ഡി അമേരിക്കയാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേടാ? ഓക്കെ. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ സെർച്ച് എഞ്ചിൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗൂഗിൾ ക്രോം, മോസില്ല ഫയർഫോക്സ്, ഗൂഗിൾ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ. അപ്പോൾ ഇതിൽ സെർച്ച് എഞ്ചിൻ ഏതാണ്? ഗൂഗിൾ ആണ് നമ്മുടെ സെർച്ച് എഞ്ചിനായിട്ട് ഇവിടെ ഉള്ളത്. ഗൂഗിൾ ആണ് സെർച്ച് എഞ്ചിൻ. ക്രോമിനെയും അതുപോലെ ഫയർഫോക്സ് ഇതിലൊക്കെ അല്ലെങ്കിൽ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഇതിനൊക്കെ നമുക്ക് സെർച്ച് എഞ്ചിനായിട്ട് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇവിടെ ഗൂഗിൾ ആണ് സെർച്ച് എഞ്ചിനായിട്ട് വരുന്നത്. ബാക്കിയുള്ളതൊക്കെ എന്താണ്? വെബ് ബ്രൗസേഴ്സ് ആണ് കേട്ടോ. വെബ് ബ്രൗസേഴ്സ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ബൂട്ട് അപ്പ് പ്രോഗ്രാം സൂക്ഷിച്ചു വെക്കുന്ന കമ്പ്യൂട്ടർ മെമ്മറി റാൻഡം ആക്സസ് മെമ്മറി ആണോ, റീഡ് ഓൺലി മെമ്മറി ആണോ, ക്യാഷ് മെമ്മറി ആണോ, ഹാർഡ് ഡിസ്ക് ആണോ? എവിടെയാണ് ബൂട്ട് അപ്പ് പ്രോഗ്രാം നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത്? എവിടെയാണടാ? റീഡ് ഓൺലി മെമ്മറിയിലാണ്. ഓപ്ഷൻ ബി റീഡ് ഓൺലി മെമ്മറിയാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണോ, ലാംഗ്വേജ് പ്രൊസസ്സർ ആണോ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണോ, കോഡിംഗ് ആണോ? ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ലാംഗ്വേജ് പ്രൊസസ്സർ. ഓപ്ഷൻ ബി ലാംഗ്വേജ് പ്രൊസസ്സർ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഒരു വ്യക്തിയുടെ യൂസർ നെയിമുകളും പാസ്വേഡുകളും ക്രെഡിറ്റ് കാർഡ് വിവരങ്ങളും എല്ലാം വ്യാജ വെബ്സൈറ്റ് മുഖേന മോഷ്ടിച്ചെടുക്കുന്ന രീതിക്ക് പറയുന്ന പേരെന്താണ്? എന്താണ്? നമ്മുടെ യൂസർ നെയിമും നമ്മുടെ പാസ്വേഡും ക്രെഡിറ്റ് കാർഡ് വിവരങ്ങളും ഒക്കെ വ്യാജ വെബ്സൈറ്റുകൾ യൂസ് ചെയ്ത് മോഷ്ടിച്ചെടുക്കുന്ന രീതി എന്താണ്? ഹാക്കിംഗ് ആണോ? അല്ല. സ്പാം ആണോ? അല്ല. വൈറസ് ആണോ? അല്ല. പിന്നെ എന്താണ്? ഫിഷിംഗ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേടാ? അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമപ്രകാരം വിവരം എന്നതിന്റെ പരിധിയിൽ പരിഗണിക്കപ്പെടുന്നവ ഏതെല്ലാം? വിവരാവകാശ നിയമപ്രകാരം വിവരം എന്നതിന്റെ പരിധിയിൽ പരിഗണിക്കപ്പെടുന്നവ ഏതെല്ലാം എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, സർക്കാരിന്റെ സർക്കുലറുകൾ, കുറിപ്പുകൾ, ഉത്തരവുകൾ ശരിയാണ്. സർക്കാരിന്റെ വിവിധ കരാറുകൾ ശരിയാണ്. ഒരു പൊതു അധികാരിക്ക് പ്രാപ്യമായ സ്വകാര്യ സ്ഥാപനത്തിലെ രേഖകൾ അതും ശരിയാണ്. ഇനി ഔദ്യോഗിക ഇമെയിൽ സന്ദേശങ്ങൾ അതും ശരിയാണ്. അപ്പം എന്താണ്? വിവരാവകാശ നിയമപ്രകാരം വിവരം എന്നതിന്റെ പരിധിയിൽ പരിഗണിക്കപ്പെടുന്ന ഇവയെല്ലാം എന്താണ്? ശരിയാണ്. അപ്പം ഇതിൽ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി 1 മുതൽ 4 വരെ ഉള്ളവയെല്ലാം അതിൽ വരുന്നതാണ്. അടുത്ത ചോദ്യം,
ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ താഴെ പറയുന്നവരിൽ ഉപഭോക്താവായി പരിഗണിക്കപ്പെടുന്നവർ ആരൊക്കെയാണ്? നോക്കിക്കേ, തവണ വ്യവസ്ഥയിൽ ഒരു ഉൽപ്പന്നം വാങ്ങുന്ന വ്യക്തി, അതുപോലെ തന്നെ എന്താണ് ഉപജീവനത്തിലല്ലാതെ വാണിജ്യ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന വ്യക്തി, ഒരു ഉൽപ്പന്നം വാങ്ങിയ വ്യക്തിയുടെ അനുമതിയോടെ പ്രസ്തുത ഉൽപ്പന്നം ഉപയോഗിക്കുന്ന ആളാണോ? അല്ലെ, പിന്നെ എന്താണ് പറയുന്നത്? സൗജന്യ നിരക്കിൽ സേവനങ്ങൾ ലഭിക്കുന്ന വ്യക്തി. ഇപ്പൊ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? തവണ വ്യവസ്ഥയിൽ ഒരു ഉൽപ്പന്നം വാങ്ങുന്ന വ്യക്തി ഏതിൻ്റെ ഇതിലാണ്, ഏത് നിയമത്തിന്റെ പരിധിയിലാണ്? ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ഉപഭോക്താവായിട്ട് പരിഗണിക്കുന്ന വ്യക്തിയാണ് തവണ വ്യവസ്ഥയിൽ ഒരു ഉൽപ്പന്നം വാങ്ങുന്ന വ്യക്തി. അതുപോലെ തന്നെ ഉപജീവനത്തിനല്ലാതെ വാണിജ്യ ആവശ്യത്തിന് വേണ്ടി എന്താണ്, വാണിജ്യ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന വ്യക്തി വരുമോ? ഇല്ല. ഇനി എന്താണ്? ഒരു ഉൽപ്പന്നം വാങ്ങിയ വ്യക്തിയുടെ അനുമതിയോടെ പ്രസ്തുത ഉൽപ്പന്നം ഉപയോഗിക്കുന്ന ആളിനെ നമുക്ക് ഏതിൽ പെടുത്താം? ഈ പറയുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ നമുക്ക് പെടുത്താനായിട്ട് സാധിക്കും. സൗജന്യ നിരക്കിൽ സേവനങ്ങൾ ലഭിക്കുന്ന വ്യക്തിയെ നമുക്ക് എന്തായാലും ഇതിൽ വരത്തില്ല. അപ്പോൾ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ ഉപഭോക്താവായിട്ട് പരിഗണിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്? തവണ വ്യവസ്ഥയിൽ ഒരു ഉൽപ്പന്നം വാങ്ങുന്ന വ്യക്തിയും അതുപോലെ ഒരു ഉൽപ്പന്നം വാങ്ങിയ വ്യക്തിയുടെ അനുമതിയോടെ പ്രസ്തുത ഉൽപ്പന്നം ഉപയോഗിക്കുന്ന ആളുമാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? 1, 3 ഉള്ള ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ഡി ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേടാ? അടുത്ത ചോദ്യം, 2005 ബാലാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കമ്മീഷനുകൾ ആക്ട് പ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ബാലാവകാശങ്ങൾ എന്നതിനുള്ള നിർവചനം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1989 ബാലാവകാശ ഉടമ്പടിയിലെ അവകാശങ്ങൾ. പിന്നെ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ബാലാവകാശങ്ങൾ മാത്രം. 1989 ബാലാവകാശ ഉടമ്പടിയിൽ അംഗീകരിക്കപ്പെട്ടതും ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടുള്ളതുമായ അവകാശങ്ങൾ. മേൽസൂചന എല്ലാം ഏതാണ്ട് ഉത്തരമായിട്ട് വരുന്നത്? 1989 ബാലാവകാശ ഉടമ്പടിയിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതും ഇന്ത്യ സ്ഥിരീകരിച്ചതുമായിട്ടുള്ള വിവരങ്ങളാണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ 2005 ബാലാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കമ്മീഷനുകൾ ആക്ട് പ്രകാരം എന്താണ് ബാലാവകാശങ്ങൾ എന്നതിനുള്ള നിർവചനമായിട്ട് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേടാ? ഓക്കെ, അടുത്ത ചോദ്യം, ഗാർഹിക പീഡന നിരോധന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരാത്തത് ഏതെന്ന് താഴെ പറഞ്ഞവയിൽ ഗാർഹിക പീഡന നിരോധന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വരാത്തത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസിൽ ശാരീരിക പീഡനം, വൈകാരിക പീഡനം, സാമ്പത്തിക പീഡനം, ലൈംഗിക പീഡനം ഉണ്ട്. ഇതിൽ ഏതാണ് ഗാർഹിക പീഡന നിരോധന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിലെല്ലാം ഈ പറഞ്ഞതിൽ വരുന്നതാണ് അല്ലേ? ഓപ്ഷൻ ഡി എല്ലാ സൂചനകളും പീഡനത്തിന്റെ പരിധിയിൽ വരുന്നതാണ് എന്നുള്ളതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, 2019 മനുഷ്യാവകാശ സംരക്ഷണ ഭേദഗതി നിയമത്തിലൂടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എന്താണ് പ്രാതിനിധ്യം കൊടുത്തത് താഴെ പറയുന്നവയിൽ ആർക്കാണ്? നോക്കിക്കേ, ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, മേൽ പ്രസ്താവിച്ചവ എല്ലാവരും. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? നമ്മളോട് ചോദിച്ചിരുന്നത് 2019 മനുഷ്യാവകാശ സംരക്ഷണ ഭേദഗതി നിയമത്തിലൂടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ പ്രാതിനിധ്യം കൊടുത്തവരിൽ താഴെ പറഞ്ഞവരിൽ ആരാണെന്നാണ്. ഏതാണ്? ഓപ്ഷൻ എ ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേടാ? അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് കുറച്ച് ക്വസ്റ്റ്യൻസും നമ്മൾ എന്താണ് അതുമായിട്ട് അനുബന്ധിച്ചിട്ടുള്ള കുറച്ച് റിലേറ്റഡ് ഫാക്ട്സും പിന്നെ എന്താണ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ SCERT വെച്ചും അനലൈസ് ചെയ്തു. ഭൂരിഭാഗം ചോദ്യങ്ങളും നമുക്ക് എന്താണ് SCERT ടെക്സ്റ്റ് ബുക്സ് കൃത്യമായിട്ട് വായിച്ചിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ ഉത്തരത്തിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൃത്യമായിട്ട് SCERT ടെക്സ്റ്റ് ബുക്സ് വായിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു സീരീസ് കാണുന്നതിനൊപ്പം നോട്ട്സ് ഉപയോഗിച്ചല്ലേ നോട്ട്സ് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നോട്ട്സ് എഴുതിയെടുക്കാനും കൂടെ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു ക്ലാസ്സുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു.